സ്തോത്രവും ശാപവും പുറപ്പെടുന്നു. സഹോദരന്മാരെ, ഇങ്ങനെ ആയിരിക്കുന്നത് യോഗ്യമല്ല. അപ്പം ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച ഈ വാക്യം എന്നോട് പറഞ്ഞ വ്യക്തി പറഞ്ഞത് കൊണ്ടാണ് നിങ്ങളോട് എന്ത് ചെയ്യുന്നത്, ഈ വാക്യം പറഞ്ഞത്. എന്നാൽ ഞാൻ ഉദ്ദേശിച്ചു ഒരാളെങ്കിലും അത് പറയുമെന്ന്. നമ്മളിവിടെ പ്രസംഗിക്കുന്ന കഷ്ടതയുമായിട്ട് ഈ വാക്യത്തിൽ എന്തില്ല, കാരണം ഇത് ശാപം എന്നാ പറയുന്നത്. ഇവിടെ പ്രസംഗിക്കുന്ന ശാപമാണോ? കഷ്ടതയാണ്. അതൊക്കെ ശ്രദ്ധിക്കണം. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോണം. നമ്മൾ പറഞ്ഞ ചോദ്യം ഇതാണ്: കഷ്ടതയെ കുറിച്ച് നാം പ്രസംഗിക്കുമ്പോൾ കഷ്ടത മാത്രം നമ്മുടെ ജീവിതത്തിൽ വരും എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനെ വരുമോ? ഇതായിരുന്നു ചോദ്യം. വരത്തില്ല. അപ്പം ഈ പറഞ്ഞ വ്യക്തി പറഞ്ഞ വാക്യം ഇതുമായിട്ട് എന്തില്ല, ഉറപ്പാണ്. ഇവിടെ പറയുന്നത് തന്നെ ഒരേ ഉറവയിൽ നിന്ന്, ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഒരേ വായിൽ നിന്ന് ശാപവും സ്തോത്രവും എന്ത് ചെയ്യരുത്, പുറപ്പെടരുത്. ഇവിടെ അപ്പോസ്തലനായ യാക്കോബ് ഈ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ പറയുന്ന വിഷയം, ഇവിടെ ബേസുവർ പറഞ്ഞ പോലെ അത് മൊത്തം നിങ്ങൾ വായിക്കണം. അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അവിടെ യാക്കോബ് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: സഹോദരന്മാരെ, അധികം ശിക്ഷാവിധി വരുമെന്നറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാർ ആകരുത്. അപ്പൊ ഉപദേഷ്ടാക്കന്മാർക്ക് എന്തുണ്ട്? ശിക്ഷാവിധിയുണ്ട്. മനസ്സിലായോ? അപ്പൊ ആ ശിക്ഷാവിധിയെ കുറിച്ച് ആണ് ഇനി പറയാൻ പോകുന്നത്. അപ്പൊ ഉപദേഷ്ടാവായിട്ടിരിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഉപദേഷ്ടാവ് എന്ന് പറഞ്ഞ അതിന് അർത്ഥം എന്താ? ടീച്ചിങ്, പഠിപ്പിക്കുക. ദൈവവചനം എന്ത് ചെയ്യുക? പറഞ്ഞു കൊടുക്കുക. ഓക്കെ. അപ്പം നമുക്കറിയാം, നമ്മുടെ ബൈബിൾ വായിക്കുമ്പോഴേ യേശു കർത്താവിന്റെ അടുക്കൽ ഒരു വ്യക്തി രാത്രി വരുമായിരുന്നു. ആരാ? നിക്കോദിമോസ്. രാത്രി വന്നിട്ട് യേശുവിനെ ഭയങ്കര പൊക്കൊക്കെ പൊക്കി പുള്ളി പോവാൻ. യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായത്തിലോ 3-ാം അധ്യായത്തിലോ ആണെന്ന് തോന്നുന്നു, 3-ാം ആണെന്ന് തോന്നുന്നു, ഇപ്പൊ എടുക്കണ്ട. അപ്പൊ ഇങ്ങനെ വന്നത് പറയുന്ന നിക്കോദിമോസിനെ കണ്ടിട്ട്, ഈ നിക്കോദിമോസ് കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേ, യേശു കുറെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിക്കോദിമോസ് ചോദിച്ചു, മനുഷ്യൻ ഇത്രയും പ്രായമായതിനു ശേഷം വീണ്ടും അമ്മയുടെ ഉദരത്തിൽ കയറി വീണ്ടും ജനിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. കർത്താവ് പറഞ്ഞു, നീ വീണ്ടും ജനനം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നാണ് പറഞ്ഞേക്കുന്നത്. നീ ബോൺ അഗൈൻ, നീ വീണ്ടും ജനിക്കണം. ഉടനെ കർത്താവിനോട് പറഞ്ഞു, നീ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും നിനക്ക് ഇതൊന്നും അറിയത്തില്ലയോ എന്ന് ചോദിച്ചു. അപ്പൊ ഇവൻ ആരാ? ടീച്ചർ. അപ്പൊ ടീച്ചർ വചനമൊക്കെ, അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് ന്യായപ്രമാണമൊക്കെ എന്ത് ചെയ്യുന്ന വ്യക്തിയാ? പഠിക്കുന്നതല്ല, പഠിച്ചിട്ട് പുള്ളി മറ്റുള്ളവരെ എന്ത് ചെയ്യുക? പഠിപ്പിക്കുക. അപ്പൊ ഇവിടെ യാക്കോബ് പറയുകയാണ്, അധികം ശിക്ഷാവിധി വരുന്നതിനാൽ അധികം പേരും ആരായിട്ട് മാറുന്നില്ല. അങ്ങനെ എഴുതിയിരിക്കുന്നത്, സഹോദരന്മാരെ, അധികം ശിക്ഷാവിധി വരുമെന്ന് അറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാരാകരുത്. അപ്പൊ അതിന്റെ അർത്ഥം എന്നാ? ഇംഗ്ലീഷ് വായിച്ചു ചോദിക്കും. Dear brothers and sisters, not many of you should become teachers in the church. We who teach will be judged by God with greater strictness. മലയാളത്തിൽ ഇതുപോലെ തന്നെ ആണല്ലോ ഇംഗ്ലീഷിലെ. പിന്നെ നിങ്ങൾ പറയരുത്, അയ്യോ ഇംഗ്ലീഷിൽ അങ്ങനെ അല്ലായിരുന്നല്ലോ എന്ന് പിന്നെ പറയരുത്. അതിനാണ് നിങ്ങളോട് ഈ ചോദിക്കുന്നത്. ഓക്കെ. അപ്പം നോക്കിയ, അധികം ശിക്ഷാവിധി വരും എന്നറിഞ്ഞ് എന്ന് പറഞ്ഞാൽ ശിക്ഷാവിധി ഉണ്ട്. വേണ്ടാത്ത പഠിപ്പിച്ചാൽ എന്തുണ്ട്? ശിക്ഷാവിധി ഉണ്ട്. മനസ്സിലായോ? എന്നറിഞ്ഞ് നിങ്ങളിൽ. അപ്പൊ ഈ പഠിപ്പിക്കുന്ന എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്.
പഠിപ്പിക്കുന്നു. ഈ നമ്മുടെ നമ്മുടെ കുഞ്ഞുങ്ങൾ തന്നെ ചെറുപ്പത്തില് ടീച്ചറും പിള്ളേരും കളിക്കും. ഈ സ്കൂളിലൊക്കെ പോയിട്ട് വന്നിട്ട് കണ്ടിട്ടില്ലേ, വടിയൊക്കെ എടുത്ത് ചുമ്മാതെ 2-3 മരത്തേലൊക്കെ ഇട്ട് അടിച്ച് പറയുന്നൊക്കെ പറഞ്ഞ് നാട്ടിലൊക്കെ അവർക്ക് വലിയ ഇഷ്ടമാണ് പഠിപ്പിക്കുന്നത്. പക്ഷേ യാക്കോബ് പറഞ്ഞു കൊടുക്കുക, സഹോദരന്മാരെ ഇതിന് ശിക്ഷാവിധി ഉള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഈ കറക്റ്റ് പഠിപ്പിച്ചില്ലെങ്കിൽ ഇതിനെന്തുണ്ട്? ശിക്ഷാവിധി ഉണ്ട്. കാരണം ഈ പഠിപ്പിക്കുന്ന മുഖാന്തരം അനേകരെ എങ്ങോട്ട് കൊണ്ടുപോവാം? അല്ല, തെറ്റിലേക്ക് കൊണ്ടുപോവാം. തെറ്റ് പഠിപ്പിച്ചാൽ അനേകരെ എന്ത് ചെയ്തു? നാശത്തിലേക്കും നരകത്തിലേക്കും പറഞ്ഞു വിടുന്ന പരിപാടിയായത്. അപ്പൊ അതുകൊണ്ട് ശിക്ഷാവിധി ഉണ്ട് ഇതിന്. ഓർത്തോണം, തെറ്റായി ദൈവവചനം പഠിപ്പിച്ചാൽ അല്ലെങ്കിൽ ദൈവവചനത്തിൽ പറഞ്ഞത് നമ്മള് മറച്ചു വച്ചാൽ, നമ്മള് ഈ ഉള്ളത് തുറന്നു പറയുമ്പോൾ, നമ്മുടെ നാട്ടിൽ ചൊല്ലുണ്ട്, ഉള്ളത് തുറന്നു പറഞ്ഞാൽ യെസ്, ഞങ്ങളവിടെ കള്ളനും തുള്ളൽ വരുമെന്നാ പറയുന്നത്. മനസ്സിലായോ? നിങ്ങളത് കേട്ടിട്ടുള്ളതാ. അപ്പൊ നിങ്ങൾക്ക് തുറന്നു പറയുമ്പോൾ, അതുകൊണ്ടാണല്ലോ പലപ്പോഴും ഈ കാര്യങ്ങൾ ദൈവവചനം വ്യക്തമായിട്ട് പറയുന്നവരെ ആർക്കും എന്തല്ല, ഇഷ്ടമല്ല. പക്ഷേ നിങ്ങൾ ഓർത്തോണം, മറച്ചു വെച്ച് കൊള്ളാം. ഇപ്പൊ ഒരാളൊരു തെറ്റ് ചെയ്തു, പൗലോസ് അതുകൊണ്ടാ പറഞ്ഞത്, നിങ്ങളിൽ ഒരുവൻ തെറ്റ് ചെയ്താൽ മറ്റുള്ളവരുടെ അറിവിനായി പൊതുവിൽ അവരെ എന്ത് ചെയ്യണം? ശാസിക്കണമെന്ന് പറഞ്ഞത്. പക്ഷെ പൗലോസ് ശാസിച്ചത് കൊണ്ട് പൗലോസിന് ഗുണത്തെക്കാളേറെ എന്താ ഉണ്ടായത്? ദോഷമാണ് ഉണ്ടായത്. മനസ്സിലായോ? അപ്പം ഈ തെറ്റ്, ഇത് വചനത്തിന്റെ യഥാർത്ഥ അർത്ഥം മറച്ചു വെച്ച് ജനത്തെ തെറ്റിലേക്ക് നയിക്കുന്ന ഇടയന്മാര്, ദൈവവചനത്തിൽ നമ്മൾ, എനിക്ക് തോന്നുന്നു ഓശയുടെ പ്രബന്ധമാണെന്ന് തോന്നുന്നു, ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, അങ്ങനെയുള്ള ഇടയന്മാർക്ക് അയ്യോ കഷ്ടമെന്നാണ് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത്. അങ്ങനെ തെറ്റായ കാര്യങ്ങൾ പഠിപ്പിച്ച് അല്ലെങ്കിൽ യഥാർത്ഥമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടത് പറഞ്ഞു കൊടുക്കാതെ മറച്ചു വെച്ച് നമ്മുടെ കാര്യസാധ്യത്തിനു വേണ്ടി അവരെ തെറ്റു പറഞ്ഞു കൊടുത്താൽ, തെറ്റായ വഴിയിലേക്ക് നടത്തിയാൽ, അങ്ങനെയുള്ള ഇടയന്മാർക്ക് അയ്യോ കഷ്ടം എന്നാ ദൈവവചനം പറഞ്ഞു. പോകട്ടെ. അപ്പൊ നോക്കിക്കേ, ഇത് ശിക്ഷാവിധിയുള്ളതാ. മനസ്സിലായോ? കാരണം ഈ വചനത്തിനൊരു പേരുണ്ട്. എന്താണെന്നറിയോ? വാൾ. കേട്ടിട്ടുണ്ടോ? നിങ്ങളോട് വായിച്ചിട്ടുണ്ടോ? അത് എവിടെ വായിച്ചിട്ടുള്ളത്? യെസ്, എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൽ പറയുന്നു, ഇത് ഇരുവായുത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പിന്നെ സന്ധിമച്ചകളെയും വേർപിടിവിക്കുന്നത് വരെ എന്ത് ചെയ്യും? തുളച്ചു ചെല്ലുന്നതും. അടുത്തത്, ഹൃദയത്തിലെ ചിന്തകളെയും ഭാവങ്ങളെയും അതെന്ത് ചെയ്യും? വിവേചിച്ചറിയും. ആ വാക്യം തുടങ്ങുന്നത് എങ്ങനെയാ? യെസ്, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി ഇരുവായുത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ്. അപ്പൊ ദൈവവചനത്തിന്റെ ഒരു പേരാണ് എന്ത്? ആ വാക്യം ഇടണ്ട, വാൾ. അപ്പൊ നോക്കിയേ, അപ്പൊ ഞാൻ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ഉപദേഷ്ടാവ് പഠിപ്പിക്കുന്ന സാധനം ഏതാ? വാളം, അല്ലേ? അപ്പൊ ഇത് തെറ്റായിട്ട് പഠിപ്പിച്ചാൽ ഈ വാൾ എങ്ങോട്ട് തിരിയും? പഠിപ്പിക്കുന്ന ആളുടെ നേരെ തിരിയും. ഇത് ശരിയായിട്ട് പഠിപ്പിച്ചിട്ട് ഇത് അനുസരിച്ചില്ലെങ്കിലും ഈ വാൾ ആരുടെ നേരെ തിരിയും? കേൾക്കുന്നവരുടെ തിരിയും. അതാ ഇരുവായി തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ്. ഈ സാധാരണ വാളിന് ഒറ്റ വായിക്കേ എന്തുള്ളൂ? മൂർച്ചയുള്ളൂ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എനിക്കറിയത്തില്ല, കായംകുളത്ത് ഞങ്ങളുടെ വീടിനടുത്തൊരു കൊട്ടാരമുണ്ട്, കായംകുളം കൊട്ടാരം. അറിയാം. ഈ കായംകുളം കൊട്ടാരത്തിലെ കായംകുളം വാളിന്റെ പ്രത്യേകത 2 തലയ്ക്ക് ബന്ധമുണ്ട്, മൂർച്ചയുണ്ട്. അതാണ് കായംകുളം വാൾ എന്ന ചിലര് അവിടെ ഇവിടെ
നിൽക്കുന്നവരെ കായംകുളപ്പാണെന്ന് വിളിക്കും. എന്നുവെച്ചാൽ അപ്പുറം ഇപ്പുറം ഇവരെന്ത് ചെയ്യും, നിൽക്കും. ഒരാൾ ശരി പറഞ്ഞാൽ ആദാ ശരിയെന്ന് പറയും, തെറ്റ് പറഞ്ഞാൽ പറയാം ആദാ ശരിയെന്ന് പറയും. രണ്ട് സൈഡിലും നിൽക്കുന്നവർ. പോകട്ടെ. അപ്പൊ നോക്കിക്കേ, ഇത് വാള, മനസ്സിലായോ? വേറൊരു ഭാഗത്ത് പറയുന്നത് വെറുതെ അല്ലല്ലോ അവൻ വാൾ ചുമക്കുന്നത്. ദൈവത്തിന്റെ വാക്യം ഞാൻ പറഞ്ഞു, മനസ്സിലായോ? പോകട്ടെ. അപ്പൊ അധികം ശിക്ഷാവിധി വരും എന്നറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാർ ആകരുത് എന്ന് പറഞ്ഞാൽ, അറിയാൻ വയ്യാങ്കിൽ നീ എന്ത് ചെയ്യരുത്, നീ ഉപദേഷ്ടാവാൻ എന്ത് ചെയ്യരുത്, പോകരുത്. അറിയത്തില്ലെങ്കിൽ അറിയത്തില്ലെന്ന് പറയണം. തെറ്റെന്ത് ചെയ്യരുത്, പഠിപ്പിക്കരുത്. പോകട്ടെ. അപ്പൊ അടുത്ത വാക്യത്തിൽ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നവരാണ്. അപ്പൊ അതല്ല ഞാൻ വിശദീകരിക്കുന്നില്ല. താഴോട്ട് വായിച്ചു വരുമ്പോൾ 5-ാം വാക്യം, അങ്ങനെ തന്നെ നാവും ചെറിയ അവയവമെങ്കിലും വളരെ വമ്പ് പറയുന്നു. അടുത്തത്, കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു. നാവും ഒരു തീ തന്നെ. അത് പ്രത്യേകം വായിക്കണം. നാവ് ഒരുത്തി തന്നെ എന്ത് ചെയ്യരുത്, വായിക്കരുത്. നാവും ഒരു തീ തന്നെ. അങ്ങനെ പ്രത്യേകം എടുത്തെന്ത് ചെയ്യണം, വായിക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ചെറിയ ഒരു തീ മതി എന്ത് ചെയ്യാൻ, ഒരു വലിയ കാട് കത്തിക്കാൻ. ഇതുപോലെ നാവും ഒരു ചെറിയ അവയവെങ്കിലും അത് വമ്പ് പറയുന്നതാണ്. അപ്പൊ നോക്കിയേ, ഇവിടെ ഈ എന്തുകൊണ്ടാണ് ഈ തീയെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? തീ, ഒരു ചെറിയ തീ കൊണ്ടൊരു വലിയ കാട് എന്ത് ചെയ്യാം, കത്തിക്കാം. എന്നിട്ട് അത് എന്തിനോട് ഉപമിച്ചിരിക്കുക? നാമെന്ന് പറഞ്ഞ് മനസ്സിലായല്ലോ, നമ്മുടെ നാക്ക്. എന്തുകൊണ്ടാണ് അങ്ങനെ ഉപമിച്ചേ? ഇപ്പൊ ഇന്ന് നമ്മളെല്ലാം സന്തോഷമായിട്ടാണല്ലോ ഇവിടെ ഇരിക്കുന്നത്. അടുത്ത ആഴ്ച ഈ സഭ ഇല്ലാതാക്കാൻ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഒരാളല്ല, ഒരു നാം എന്ത് ചെയ്താൽ മതി. അടുത്ത ആഴ്ച നാളെ തൊട്ട് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ കോളും ഇല്ല, ഒരു പരിപാടി ഇവിടെ തീർന്നു. എന്നാൽ അതേ നാവ് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ സഭയെ ഇവിടെ വളർത്തുകയും ചെയ്യാം, ഇവിടെ നിർത്തുകയും ചെയ്യാം, ഇല്ലേ? ഇത് രണ്ടും എന്തുകൊണ്ട് പറ്റും? അതുകൊണ്ട് അവസാനത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചോണം. അവസാനം പറഞ്ഞേക്കുന്നത്, ഒരു വായിൽ നിന്ന് സ്തോത്രവും അനുഗ്രഹവും എന്ത് ചെയ്യരുത്, പുറപ്പെടരുത്. ദൈവമക്കളുടെ വായിൽ നിന്ന് എന്തേ വരാവൂ? നല്ലത്, സ്തോത്രമേ എന്ത് ചെയ്യാവൂ, പോസിറ്റീവായിട്ടുള്ളത് വരാവൂ. ഇനി മടങ്ങി വരാം. അടുത്ത ശ്രദ്ധിച്ചോണം. അടുത്ത പറയുന്നത്, 6-ാം വാക്യം, നാവും ഒരു തീ തന്നെ, അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി ദേഹത്തെ മുഴുവൻ മലിനമാക്കി ജീവചക്രത്തിന് തീ കൊടുത്തുകയും നരകത്താൽ അത് തീ പിടിക്കുകയും ചെയ്യുന്നു. ഇനി അടുത്ത, മൃഗം, പക്ഷി, ഇടജാതി, ജലജന്തു ഈ വകയെല്ലാം മനുഷ്യജാതിയോട് മരുങ്ങിയിരിക്കുന്നു. നാവിനെയോ മനുഷ്യർക്കാർക്കും മരിക്കാവതല്ല. അതടങ്ങാത്ത ദോഷം, മരണകരമായ വിഷം നിറഞ്ഞത്. അതിനാൽ നാം കർത്താവും സ്തുതിക്കുന്നു, ശപിക്കുന്നു. അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അതാണ് പറയുന്നത്, ഒരേ വായിൽ നിന്ന് സ്തോത്രവും ശാപവും എന്ത് ചെയ്യരുത്, പുറപ്പെടുന്നു. സഹോദരന്മാരെ, അതെന്തല്ല, യോഗ്യമല്ല. അപ്പൊ നോക്കിയേ, കർത്താവിന്റെ വചനം പറയുന്ന, വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കഷ്ടതയുമായിട്ട് ഇതിനെന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ടോ? ഇല്ല. ഇവിടെ പറയുന്നത് എന്താ? നമ്മുടെ നാവിനെ നാം എന്ത് ചെയ്തോണം?
ദൈവത്തെ സ്തുതിക്കുന്ന ഈ നാവിനെ നമ്മൾ എന്ത് ചെയ്യണം? കാരണം അതിന്റെ മേൽഭാഗമുണ്ട്. കുതിരയെ മനുഷ്യൻ എന്ത് ചെയ്യാം? മെരിക്കാം. അടുത്ത മൃഗജാതി, ഇഴജാതി, ഇങ്ങനെയുള്ള സകലത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെരുക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ നാവിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മെരുങ്ങത്തില്ല അവൻ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ ചോദിക്കട്ടെ, സിംഹം മെരുങ്ങുന്ന സാധനമാണോ? പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? മെരുക്കി. ആന മെരുങ്ങുന്ന സാധനമാണോ? ഞാൻ ചോദിക്കട്ടെ, കാട്ടിൽ ചെന്നൊരു ആനയെ പിടിച്ച് ഇടത്താനെ വലത്താനെ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അത് ഇടത്തോട്ട് എടുത്തൊരൊറ്റ ഏത് വരും. പക്ഷേ അവനെ പിടിച്ച് മെരുക്കി നാട്ടിൽ കൊണ്ടുവന്നിട്ട് ഇടത്താനെ വലത്താൻ എന്ന് പറഞ്ഞ് അവനെ എന്ത് ചെയ്യുക? അപ്പൊ നോക്കിയ നമ്മൾ അതിനെ എന്ത് ചെയ്തു? ട്രെയിൻ ചെയ്തു, മെരുക്കിയെടുത്തു. ഇതുപോലെ നാവും എന്തല്ല, മെരുങ്ങുന്നതല്ല. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെ മെരുക്കിയെടുക്കണം. അതാ പൗലോസ് ഇവിടെ പറഞ്ഞത്. സോറി, യാക്കോബ് ഇവിടെ പറഞ്ഞത്. മനസ്സിലായോ? കുതിരയെ അധീനമാക്കാൻ വലിയ പാടാ. പക്ഷെ അവനെ എന്ത് ചെയ്യുന്നു? കടിഞ്ഞാണിട്ട് അവനെ എന്ത് ചെയ്യുക? ഞാൻ ചോദിക്കട്ടെ, ഭയങ്കര പോത്തിനെ എരുമയൊക്കെ കൊണ്ടുവന്നിട്ടില്ലേ? നമ്മുടെ നാട്ടിൽ പലപ്പോഴും പേപ്പറിൽ വരുന്ന ന്യൂസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. പോത്ത് ഓടി പോയ വഴിക്ക് എല്ലാം വണ്ടി, കാറും, അതും ഇതും എല്ലാം ഇതെന്ത് ചെയ്തു? കുത്തി മറിച്ച ഇവൻ എന്ത് ചെയ്തത്? നമ്മൾ കേൾക്കാറുണ്ട്, അറക്കാൻ കൊണ്ടുപോയ പോത്ത് ഓടി. ഈ പോത്തിനെയും പിടിച്ചോണ്ട് ഇത്ര ഗ്രീക്ക് പോലെ ഇരിക്കുന്ന ഒരുത്തൻ എന്ത് ചെയ്യും? വലിയ ഗമയെ പോകുന്നതാണ്. എങ്ങനെയാ പോകുന്നത്? അവന്റെ മൂക്കിനകത്ത് കയറിട്ട് അവനെ എന്ത് ചെയ്തിരിക്കുക? പിടിച്ചിരിക്കുക. വലിയ പശുവൊക്കെ, എനിക്കറിയാം, ഞങ്ങൾ എന്റെ വലിയ പശുവിനൊക്കെ ഉള്ള സമയത്ത് വലിയ പശു ഇതിനെ എന്നോട് പറയും അഴിച്ചു കെട്ടാൻ പറയും. എനിക്കിതിനെ 7 അയലത്തി ചെല്ലുന്നത് എനിക്ക് പേടിയാ. അതിനെ പറയും ഒന്നും ചെയ്യത്തില്ല, അത് അഥവാ എന്തെങ്കിലും ചെയ്താൽ നീ വെട്ടിച്ചൊരു പിടി പിടിച്ചാൽ മതി എന്ന് പറയും. കാരണം മൂക്കിനകത്തൂടെ എന്ത് ചെയ്തിട്ടേക്കുവാ? കിഴിച്ച് കയറിട്ടേക്കുവാ. അത് വെട്ടിച്ച് പിടിച്ചാൽ അവൻ അവിടെ നിൽക്കും. വേദനയായി. മനസ്സിലായോ? അപ്പൊ ഇതുപോലെ നമ്മൾ ഇതിനെ എന്ത് ചെയ്തു? മെരുക്കിയെടുത്തു. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ? മെരുക്കിയെടുത്തു. യാക്കോബ് പറയുകയാണ്, കുതിരയെ നിങ്ങൾക്ക് മെരുക്കാൻ പറ്റുന്നല്ലായിരുന്നു, പക്ഷെ നിങ്ങൾ അധീനമാക്കി. എന്നിട്ട് അവിടെ കുറെ ലിസ്റ്റ് പറയുന്നുണ്ട്. അവിടെ ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്: മൃഗം, പക്ഷി, ഇഴജാതി, ജലജന്തു, ഈ വകയെല്ലാം മനുഷ്യജാതിയോട് മെരുങ്ങിയിരിക്കുന്നു. അത് മെരുങ്ങുന്നതല്ലായിരുന്നു. ശ്രദ്ധിച്ചോണം. പക്ഷെ നമ്മൾ അതിനെ എന്ത് ചെയ്തു? മെരുക്കി. മക്കളെ, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? മെരുക്കി എടുത്തു. ഇതുപോലെ നാം എന്തല്ല, മെരുങ്ങുന്നതല്ലത്. പക്ഷെ നമ്മൾ അതിനെ എന്ത് ചെയ്യണം? മെരുക്കിയെടുക്കണം. മെരുങ്ങുന്നതല്ലെന്ന് പറഞ്ഞാൽ ഇതിനകത്തു നിന്ന് സ്തോത്രവും ശാപവും അനുഗ്രഹവും എല്ലാം ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ പറയത്തില്ല, നാവിന് എല്ലില്ലാത്തത് കൊണ്ട് ഇങ്ങനെ അവര് നാവിന് എല്ലില്ലാത്ത ഒരു സ്ത്രീ, അല്ലെ നാവിന് എല്ലില്ലാത്ത ഒരുത്തന എന്നൊക്കെ പറയത്തില്ലേ? എന്താ അതിന്റെ അർത്ഥം? ചുമ്മാ വേണ്ടുന്ന വേണ്ടാത്ത എല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തിയാ. ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ദൈവ പൈതലിനെ കുറിച്ച്, ഒരു ദൈവ പൈതലിനെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താണ്? നാവിനെ നാം എന്ത് ചെയ്യണം? മെരുക്കുന്നവരായിരിക്കണം. ഇതാണ് അപ്പോസ്തലനായ യാക്കോബ് ഇവിടെ എന്ത് ചെയ്തത്? ഉദ്ദേശം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ ഇത് നാം അല്ലെ പ്രസംഗിക്കുന്ന, നാം വായിക്കുന്ന, ഇവിടെ ഇപ്പൊ കുട്ടുസാണെന്ന് തോന്നുന്നു പറഞ്ഞു, പത്രോസ് പറഞ്ഞ ഒരു കാര്യം. ഒന്ന് പത്രോസ് ഇങ്ങനെ പറഞ്ഞു: ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. അടുത്തറിയാം, ആ നാമം ധരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക അത്രേ വേണ്ടത്. അടുത്ത ശ്രദ്ധിച്ചോണം.
ന്യായവിധി ദൈവത്തിലുള്ള അടുത്തത് അവിടെ ഒരു വാക്കുണ്ട്, നിങ്ങളിൽ ആരും കള്ളനോ പിടിച്ചുപറിക്കാരനോ ദുഷ്പ്രവർത്തിക്കാരോ ആയിട്ട് അല്ല. അതിന്റെ മുകൾ ഭാഗത്താണോ? നിങ്ങളിൽ ആരും കള്ളനോ ദുഷ്പ്രവർത്തിക്കാരനോ ആയിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത്, പല കാര്യത്തിൽ ഇടപെടുന്നതിനായിട്ടും അല്ല. അല്ല, ക്രിസ്ത്യാനിയായിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? അപ്പൊ നോക്കിക്കേ, കൊലപാതകം ചെയ്തിട്ടുള്ളവൻ കഷ്ടം സഹിക്കുന്നുണ്ട്, അത് നീതിയായിട്ട് എന്ത് ചെയ്യത്തില്ല, കണക്കാക്കത്തില്ല. പിന്നെ പല കാര്യത്തിൽ വല്ലവന്റെ സ്വന്തം കാര്യം നോക്കാതെ വല്ലവന്റെ കാര്യത്തിൽ ഇടപെട്ട് ചീത്തവിളി കേട്ടിട്ട് ക്രിസ്തുവിന് വേണ്ടിയാണ് പറഞ്ഞാൽ അതെന്ത് ചെയ്യത്തില്ല. അതാണ് പറഞ്ഞത്, പരകാര്യത്തിൽ ഇടപെടുന്നവരായിട്ടും അല്ല. അങ്ങനെ എഴുതിയിരിക്കുന്നത് ഫസ്റ്റ് പീറ്റർ 4:16. ആ 4:16. അതിന്റെ മോൾ ഭാഗം ഇട്ടോ മതി. ആ, നിങ്ങളിൽ ആരും, ഇംഗ്ലീഷ് നോക്കിക്കോണോ കുഞ്ഞുങ്ങളെ, കുലപാതകനോ കള്ളനോ ദുഷ്പ്രവർത്തിക്കാരനോ ആയിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത്. അടുത്ത ഒന്നുകൂടെ പറയാ, പരകാര്യത്തിൽ ഇടപെടുന്നവരായിട്ടും അല്ല. ഇതൊന്നും നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ട്? എത്ര പേര് എഗ്രി ഉണ്ട്? അറിയില്ലേ? ഇനി ഇന്ന് നമ്മളൊരു പാട്ട് പാടി അവസാനം. ഏതാ? യാത്ര ചെയ്യും ഞാൻ. ആരെ നോക്കി? ക്രൂശെ നോക്കി. എന്തിനാ ഈ ക്രൂശെ നോക്കി? ക്രൂശൽ ആരാ കിടക്കുന്നത്? എങ്ങനെയാ കിടക്കുന്നത്? ചായയും പരിപ്പോടെ നിൽക്കുന്നോ? എങ്ങനെയാ കിടക്കുന്നത്? യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, ജീവൻ രക്ഷകനായി. നടക്കുന്ന കാര്യമാണോ? ഓക്കെ, രണ്ടാമത്തെ അവിടെ നിൽക്കട്ടെ, ആദ്യത്തെ എടുക്കാം. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി. ഈ ക്രൂശൽ ആരാ കിടക്കുന്നത്? കർത്താവ്. എങ്ങനെയാ കിടക്കുന്നത്? കഷ്ടം സഹിച്ചവനായിട്ട്, അല്ലേ? അപ്പൊ നമ്മൾ പാടുക, യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി. എബ്രായലേഖനം 12-ാം അധ്യായം 1-ാം വാക്യം. ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നുണ്ട്. സകല ഭാരവും മുഴുവപ്പെടുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. നല്ലത്. അടുത്ത വിഷയം, അടുത്ത വിശ്വാസത്തിന് നായകനും പൂർത്തി വരുന്നതിനായി യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തെ വലത്ത് ഭാഗത്തിരിക്കുകയും. എപ്പോഴാ ഇവിടെ പോയി ഇരിക്കാൻ പറ്റിയേ? ചുമ്മാ പറയരുത്, വായിച്ചിട്ടേ പറയാം. അല്ല, ഇവിടെ വായിച്ചിട്ട ചുമ്മിന് വായിച്ചിട്ടെന്ന് പറഞ്ഞെങ്കിൽ വായിച്ചു, പക്ഷെ ചുമ്മിന് വായിച്ചിട്ടേ പറയാം. സന്തോഷമോർത്തു ഇവിടെ ലഭിച്ച അപമാനത്തെ അലക്ഷ്യമായിട്ട്, അത് വലിയ നെവർ മൈൻഡ്. അലക്ഷ്യമാക്കി എന്ന് പറഞ്ഞാൽ എന്തുവാ? അതിനെ മൈൻഡ് ചെയ്തില്ല. നെവർ മൈൻഡ്. അപമാനം എനിക്കൊരു വിഷയം. അപമാനം അലക്ഷ്യമാക്കി. അടുത്തത് ക്രൂശിനെ സഹിച്ചു. നിങ്ങൾ തന്നെ പറഞ്ഞു ക്രൂശ് തന്നെ കഷ്ടപ്പാട്. ഈ കഷ്ടപ്പാടിനെ സഹിച്ചു. ആര്? യെസ്, ക്രിസ്തു സഹിച്ചു. ബാക്കി ഇത് നമ്മളോടാണെന്നുള്ള അടുത്ത വാക്യത്തിൽ ഞാൻ തെളിയിക്കാൻ പോവാ. സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുകയും ചെയ്തു. അപ്പൊ ശ്രദ്ധിച്ചോണം,
ഇനി ദൈവസിംഹാസനത്തിന്റെ വലത്തു ഭാഗത്ത് യേശു ക്രിസ്തു ചെന്ന് ഇരിക്കുന്നതിന് മുൻപ് ഇവിടെ എന്തെല്ലാം സഹിച്ചിട്ടാ പോയത്? അവിടെ പോയി ഇരുന്നത്. ഒന്ന്, അപമാനം അലക്ഷ്യമാക്കി. ഈ സന്തോഷം ഏതാ? ഈ വരുന്നതിന്റെ ഈ സന്തോഷം ഓർത്തുകൊണ്ട് ഈ അപമാനത്തെ അലക്ഷ്യമാക്കി. ഓക്കെ, അടുത്തത് ക്രൂശിനെ സഹിച്ചു. ഇത്രയും ചെയ്തത് കൊണ്ട് അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിത്യതയിൽ എത്തണമെങ്കിൽ, കർത്താവിനോട് കൂടെ എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? അപമാനം അലക്ഷ്യമാക്കണം, ക്രൂശിനെ സഹിക്കണം. ഇത് ജീവിതത്തിലുണ്ട്. തെളിവ് അടുത്ത വാക്യം വായി ശ്രദ്ധിച്ചോണം, എല്ലാവരും ഇത് ശ്രദ്ധിച്ചോണം. ഈ വാക്യം ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ. നമുക്ക് എപ്പോഴായി ക്ഷീണവും മടുക്കും വരുന്നത്? കൈതറ കാശ് കിട്ടുമ്പോഴാണ്. നല്ല വണ്ടിയും വീടും എല്ലാം കിട്ടുമ്പോ നമുക്ക് ക്ഷീണവും മടുക്കും അതോ വരുന്നത്. നമുക്കൊരു ഉത്സാഹം വരും അല്ലേ? കാരണം തെളിവ് എന്താ ബൈബിളിൽ നിന്ന് ഈ ഉൽപ്പത്തി പുസ്തകത്തിലെ യാക്കോബിനെ കുറിച്ചൊരു കാര്യം എഴുതുന്നുണ്ട്. ജോസഫ് അയച്ച രഥങ്ങളെ കണ്ടിട്ട് വായിച്ചിട്ടുണ്ടോ വാക്യം? യാക്കോബിന് ചൈതന്യം വന്നു. വായിച്ചിട്ടില്ല നിങ്ങള്? ജോസഫ് അയച്ച രഥങ്ങളെ കണ്ടിട്ട്. കാരണം ജോസഫ് മരിച്ചുപോയി എന്ന് പറഞ്ഞ് നിങ്ങൾ എന്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് അയക്കുമെന്നൊക്കെ പറഞ്ഞ് ജോസഫിന്റെ സഹോദരന്മാരുടെ ചൂടായി വലിയ ബഹളമൊക്കെ ഉണ്ടാക്കി ഈ ഇരുന്ന യാക്കോബ് കുറെ ദിവസം കഴിഞ്ഞപ്പോ ഈ സഹോദരന്മാർ അവിടെ ചെന്നപ്പം ഈ മരിച്ച അല്ലെങ്കിൽ ഇവര് മരിച്ചു എന്ന് പറഞ്ഞ ജോസഫ് എവിടെ നിൽക്കുന്നു? മിസ്രൈമിൽ നിൽക്കുന്നു. അവിടുത്തെ രാജാവിന്റെ തൊട്ടടുത്ത സ്ഥാനാപതിയായിട്ട് അവിടെ നിൽക്കുന്നു. കാര്യങ്ങളെല്ലാം ചരിത്രമൊക്കെ ഒത്തിരി ഉണ്ട്, നിങ്ങൾ വായിച്ചാൽ മതി. ജോസഫ് പറഞ്ഞു, എന്റെ അപ്പൻ ജീവനോടെ ഇരിക്കുന്നുവോ? ഇരിക്കുന്നു. എന്റെ സഹോദരൻ ജീവനോടെ ഇരിക്കുന്നുവോ? ഇത് കേട്ടപ്പോഴത്തേക്ക് ജോസഫ് അവരെ വിട്ട് ഓടിപ്പോയി കരഞ്ഞു. കരഞ്ഞിട്ട് മുഖമൊക്കെ കഴുകി കരയാത്ത രീതിയിൽ പുള്ളി വന്നിട്ട് കാര്യമെല്ലാം പറഞ്ഞിട്ട് രഥം അയച്ചു. എന്തിനാ? എന്റെ അപ്പനെ ഇവിടെ കൊണ്ടുവരണം. അപ്പൊ ഈ രഥം കൊണ്ടുപോകാനുള്ള രഥം യാക്കോബിന്റെ അടുക്ക ചെന്നപ്പോൾ എന്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിൽ അയക്കുമെന്ന് പറഞ്ഞ് ദുഃഖിച്ചിരുന്ന യാക്കോബിന് ചൈതന്യം വന്നു. കണ്ടോ? സന്തോഷം വന്നു. അപ്പൊ നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാകുന്നത്? ഞാൻ പറഞ്ഞ മനസ്സിലായ മക്കളെ? ചൈതന്യം വരുന്നത്, സന്തോഷം വരുന്നത്, ഒരു ഉണർവുണ്ടാകുന്നത്. പക്ഷെ ഇവിടെ പറയുന്നുണ്ടോ, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ. അപ്പൊ നമുക്കിത് വരുന്നത് എപ്പോഴാണെന്നറിയോ? ഈ കഷ്ടം വരുമ്പോഴും പ്രശ്നങ്ങളും അപമാനങ്ങളും നമ്മൾ പ്രാർത്ഥിക്കുന്നതിനൊന്നും മറുപടി കിട്ടുന്നില്ല. എന്നും പ്രശ്നങ്ങൾ താഴോട്ട് നമ്മൾ പോവാന്നൊക്കെ അങ്ങ് തോന്നുക. നമുക്ക് ഇങ്ങനെ തോന്നുമ്പോൾ നമുക്ക് എന്ത് വരും? ക്ഷീണവും മടുപ്പും ഉണ്ടാവും. നമ്മൾ പറയും, ഇനി പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യവുമില്ല, ഇനി ആരാധിച്ചിട്ട് ഒരു കാര്യവുമില്ല, വെറുതെ ഞാൻ സ്നാനപ്പെട്ടതാ, വെറുതെ ബെന്തിക്കോസ്തിലായതാ, വെറുതെ പുസ്തകം എടുത്തുകൊണ്ടിറങ്ങി എന്നൊക്കെ നമ്മൾ പറയും. അങ്ങനെ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ നിങ്ങൾ ആരെ ഓർത്തോണം? പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ നിങ്ങൾ എന്ത് ചെയ്തോണം? പക്ഷെ നമ്മള് ഇതല്ല ചെയ്യുന്നത്. നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാം? നേരം നമുക്ക് പ്രശ്നം വരുമ്പോ നമ്മൾ എന്താ ചെയ്യുന്നത്?
നെഗറ്റീവ്. എന്താ മുറുമുറുക്കുന്നതെന്നാണ് നമുക്ക് അറിയേണ്ടത്. യെസ്, സാരിയായിട്ട് പറഞ്ഞതിന്റെ കറക്റ്റ് പറഞ്ഞു. ഉറക്കെ പറഞ്ഞു. നമുക്ക് മാത്രമേ ഉള്ളൂ ഇത്. അതുകൊണ്ട് അവരങ്ങനെ നടക്കുന്നത്. അവർക്ക് അതൊന്നും ഇല്ലല്ലോ. അവർക്ക് എന്താ ഇത് വരാത്ത? ഇത് പറഞ്ഞ പിറുപിറുക്കുന്നത്. നമ്മൾ ഇതാ പറയുന്നത്. പക്ഷെ ഈ വചനം എന്നാ പറഞ്ഞേ? മലയാളമാക്കിയിട്ട് ലേഖനത്തില് നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ. എങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ? യെശയ്യാപ്രവചനം 53-ാം അധ്യായത്തിൽ വായിക്കണ്ട, നിങ്ങൾ വീട്ടിൽ പോയി വേണം എഴുതി വെച്ച് വീട്ടിൽ പോയി വായിച്ചാൽ മതി. യേശു ക്രിസ്തുവിന് നേരിട്ട അപമാനത്തെ കുറിച്ച്, സഹിച്ച കഷ്ടതയെ കുറിച്ച് വ്യക്തമായിട്ട് യെശയ്യാപ്രവാചകൻ എഴുതി വെച്ചു. 53-ാം അധ്യായം 1-ാം വാക്യം തുടങ്ങുന്നത് എങ്ങനെയാണ്? ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിക്കും? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്തെ വേർ മുളയ്ക്കുന്നത് പോലെയും അവന്റെ മുൻപാകെ വളരും. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. അവൻ മനുഷ്യരാൽ, ആരെ കുറിച്ചാണ് പറയുന്നത്? അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടു. കണ്ട, ഇവിടെ പറയുകയാണ് പാപികളാൽ തനിക്ക് നേരിട്ട. കാരണം ഈ യേശുവിനെ ക്രൂശിക്കാന്ന് പറഞ്ഞ പുള്ളികളൊക്കെ അല്ല വിശുദ്ധന്മാരായിരുന്നു. ഈ വിളിച്ചു പറഞ്ഞ പുള്ളികളൊക്കെ ആരായിരുന്നു? കുറ്റം ചെയ്ത പുള്ളികളാ അല്ലേ? സർപ്പസന്തതികളായിരുന്നു. ഞാൻ പറയാൻ വരുമായിരുന്നു. ഈ കർത്താവ് ഈ ശമരിയക്കാരത്തി സ്ത്രീയെ പോലൊരു സ്ത്രീയെ പിടിച്ചോണ്ട് യേശുവിന്റെ അടുക്ക കൊണ്ടു നിർത്തിയപ്പോൾ, വേശ്യാവൃത്തിയിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കൊണ്ടു നിർത്തി കഴിഞ്ഞിട്ട് കല്ലെറിയുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവ് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവർ ആദ്യം ഇവളെ എന്ത് ചെയ്യട്ടെ? കല്ലെറിയട്ടെ. അവിടെ നമ്മൾ വായിക്കുന്ന ഇളയവൻ തൊട്ട് അവിടെ കൊച്ചു പിള്ളേര് വരെ കല്ലും പെറുക്കിക്കൊണ്ടിരിക്കുക. നിങ്ങൾ വായിച്ചു നോക്കണം. എന്തിനാ വന്നതെന്നും എന്തിനാ എറിയുന്നതെന്ന് ഇവനൊന്നും തിരിച്ചറിവ് വന്നിട്ടില്ല. ആ പുള്ളികളാണ് കല്ലും പെറുക്കി എന്ത് ചെയ്തേക്കുന്നത്, വന്നേക്കുന്നത്. കർത്താവ് അവിടെ പറയുന്നു, അവരിൽ ഇളയവൻ തൊട്ട് കല്ല് പതുക്കെ താഴെ ഇട്ട് എന്ത് ചെയ്തു? തിരിച്ചുപോയി. അവസാനം സ്ത്രീയും യേശുവും മാത്രമായി അല്ലേ? പോട്ടെ, അതൊക്കെ നമ്മൾ ഒത്തിരി പഠിച്ചതാണ്, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പൊ നോക്കിക്കേ, പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളു. അതിനൊരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം. ഈ പൗലോസ് പറയുന്നുണ്ട്, ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. പൗലോസ് പറയുന്ന ഒരു ഭാഗമുണ്ട്. അപ്പൊ ഈ പൗലോസ് പറയുന്നു, അകാല പ്രജ പോലെയുള്ള ഞാൻ എനിക്കും കർത്താവ് എന്ത് ചെയ്തു? പ്രത്യക്ഷനായി എന്നാ പറയുന്നത്. എന്നിട്ട് പറയുന്നു, ഞാൻ ആ പാപികളിൽ ഒന്നാമനായിരുന്നു എന്ന് പറഞ്ഞാൽ, ഈ പൗലോസിന്റെ അല്ലെങ്കിൽ പൗലോസ് ശൗല ആയിട്ടിരിക്കുന്ന കാലത്ത് ഈ ശൗലായിരുന്ന ഈ പൗലോസ് ചെയ്ത ഒരു കാര്യമുണ്ട്. ഈ മാർഗക്കാരായവരെ ഒക്കെ എന്ത് ചെയ്യണം? ഉപദ്രവിക്കണം. അവരെ എന്ത് ചെയ്യണം? കൊന്നുകളയണം. ഈ മാർഗക്കാരും ഇനി ഇവിടെ എന്ത് ചെയ്യരുത്? ഉണ്ടാകരുത്. ഈ മാർഗക്കാരും ഇനി ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഇവരെല്ലാം കൊന്നുമുടിക്കാനായിട്ട് ഇറങ്ങിയവനാ. ആര്? പൗലോസ്. ആ പൗലോസ് തന്നെ പറയുക, ആ പാപികളിൽ ഞാൻ ആരായിരുന്നു? ഒന്നാമനായിരുന്നു. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പാപികളാൽ തനിക്ക് നേരിട്ട
ഇങ്ങനെയുള്ള വിരോധം സഹിച്ച, അപ്പൊ ഇങ്ങനെ പാപികളായ ആയിരക്കണക്കിന് ആളുകൾ ഇന്നും കർത്താവിനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ദുഷിച്ചുകൊണ്ടിരിക്കുക. ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കാം. നമുക്കിപ്പം ഒരു വ്യക്തിയോട് വിരോധം, ആ വിരോധം എന്ന് വരെ നിലനിൽക്കും? ഇപ്പൊ എനിക്ക് റോഹിച്ചാനോടൊരു ഭയങ്കര വിരോധം, അല്ലെങ്കിൽ റോഹിച്ചാൻ എന്നോട് ഭയങ്കര വിരോധം, മരണശേഷം ആ വിരോധം എന്ത് ചെയ്യത്തില്ല? നമ്മൾ എന്ത് ചെയ്യത്തില്ല? അല്ല, തീരും. ഇനി അഥവാ തീർന്നില്ലെങ്കിൽ പോലും എന്ത് ചെയ്യും? മരിച്ചു കഴിഞ്ഞ, നമ്മുടെ നാട്ടിൽ പറഞ്ഞ മരിച്ചവരെ കുറിച്ച് എന്ത് ചെയ്യരുത്? കുറ്റം പറയരുത്. അപ്പൊ മരിച്ചു കഴിയുമ്പോ നമ്മൾ പിന്നെ എന്ത് ചെയ്യത്തില്ല? പിന്നെ ആ വ്യക്തിയെ കുറിച്ച് നമ്മൾ അപവാദം പറയത്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ചേ, 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് എന്ത് ചെയ്തു? ഇന്നും കർത്താവിന് കുറ്റം പറച്ചിൽ നിന്നോ? ഇന്നും എന്ത് ചെയ്തോണ്ടിരിക്കുക? നമുക്കറിയാം, ഇവിടുത്തെ ആൾക്കാർ ജീസസ് എന്ന് പറഞ്ഞാൽ വൃത്തികെട്ട വാക്കാ പറയുന്നത്, അല്ലേ? ഇന്നും എന്ത് ചെയ്തോണ്ടിരിക്കുക? അപവാദം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പൊ ഈ മുസ്ലിം സംവാദമൊക്കെ നടക്കുന്ന സമയത്ത് അവര് യേശുവിനെയൊക്കെ ഒത്തിരി മോശമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. നിങ്ങൾക്കറിയാം അതിന്റെ കാരണം എന്താണ്? അതിന്റെ കാരണം എന്താ? ഇനി സിമ്പിളാ. അതിന്റെ കാരണം എന്താ? പവർഫുൾ നെയിമിനെ അവർ ഭയപ്പെടുന്നു. ഓക്കെ, ആര്? യെസ്. യേശു ഇന്നും എന്ത് ചെയ്യുന്നു? യേശു മരിച്ചോ? മരിച്ചു. പക്ഷേ യേശു എന്ത് ചെയ്തു? ഉയർത്തെഴുന്നേറ്റു. ഇതാണ് അവരുടെ വിഷയം. മനസ്സിലായോ? യേശു മരിച്ചു പോയിരുന്നെങ്കിൽ അവരെന്ത് ചെയ്യത്തില്ലായിരുന്നു? പ്രശ്നമില്ല. മരിച്ചെന്ത് ചെയ്തു? പോയി. പുള്ളിയെ കൊണ്ട് ഇനി ഒരു ശല്യവും ഇല്ല. പക്ഷെ യേശു എന്ത് ചെയ്തിട്ടില്ല? യേശു മരിച്ചങ്ങ് പോയില്ല. യേശു പറഞ്ഞു, ഞാൻ പോയതുപോലൊക്കെ മടങ്ങി വരുമെന്ന്. അത് വേറെ വിഷയമാണെങ്കിൽ പോലും ഞാൻ 3-ാം ദിവസം എന്ത് ചെയ്യും? നിങ്ങൾ ഈ മന്ദിരം പൊളിക്കും, ഞാൻ 3 ദിവസം കൊണ്ട് ഈ മന്ദിരം എന്ത് ചെയ്യും? കർത്താവ് പറഞ്ഞു, മന്ദിരത്തിൽ പറഞ്ഞേക്കുക. ഉടനെ അവിടെ കൂടിയിരുന്നവരൊക്കെ പറഞ്ഞു, ഇത് എത്ര വർഷം കൊണ്ടായി ഈ ആലയമൊക്കെ പണിതത്? ഇവൻ പറയാ 3 ദിവസം കൊണ്ട് ഞാൻ പണിയാവുന്നത്. എന്നിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്, അവൻ ശരീരമാകുന്ന മന്ദിരത്തെ കുറിച്ചാണ് പറഞ്ഞത്. കണ്ടോ? 3-ാം ദിവസം യേശു എന്ത് ചെയ്തു? ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ടാണ് ഇന്നും ജനത്തിന് പേടി. കാരണം ഞാൻ തെളിവ് ബൈബിളിൽ തരാം. യേശുവിനെ ക്രൂശിൽ കൊല്ലുന്ന സമയത്ത് ഈ പടയാളികൾ ചെന്നിട്ട് പറഞ്ഞു, പടയാളികളുടെ തലവൻ ചെന്നിട്ട് പറഞ്ഞു, ഇവൻ ജീവിച്ചിരിക്കുമ്പോ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യും? ഉയർത്തെഴുന്നേക്കുന്നത്. അതുകൊണ്ട് യവന്റെ ആൾക്കാർ വന്ന് ഇവരെ ക്രൂശിൽ നിറക്കി എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് പറയും, അവൻ ഉയർത്തെഴുന്നേറ്റ് പോയി എന്ന് പറയാതിരിക്കാൻ നമുക്ക് കൂടുതൽ ആളുകളെ കാവൽ എന്ത് ചെയ്യണം? നിങ്ങൾ ബൈബിളിൽ വായിച്ചോ, സുവിശേഷം എഴുതിയിരിക്കുന്നതാ. കൂടുതൽ പടയാളികളെ എന്ത് ചെയ്യണം? കാവൽ നിർത്തണം എന്ന് പറഞ്ഞു. അവര് കാവൽ നിർത്തി. പക്ഷേ 3-ാം ദിവസം യേശു എന്ത് ചെയ്തു? ഉയർത്തെഴുന്നേറ്റു. നോക്കിക്കേ, ഇന്നും ലോകം യേശുവിനെ പേടിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, യേശു മരിച്ചു പോയില്ല, അവൻ മരിച്ചു ഉയർത്തെഴുന്നേറ്റത് കൊണ്ടാണ്. മനസ്സിലായോ? ഇന്ന് ലോകം യേശുവിനെ അപമാനിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, യേശു മരിച്ചു പോയില്ല, യേശു മരിച്ചു ഉയർത്തെഴുന്നേറ്റു. മനസ്സിലായോ? മരിച്ചവരെ കുറിച്ച് ആർക്കും പിന്നെ പേടിയില്ല.
പക്ഷെ യേശുവിനെ ഇന്ന് ജനം എന്ത് ചെയ്യുന്നു? ലോകം എന്ത് ചെയ്യുന്നുണ്ട്? പേടിക്കുന്നുണ്ട്. എന്താന്ന് ചോദിച്ചാൽ യേശു ഇന്നും ജീവിക്കുന്നു. യേശു ഇന്നും ഉയർത്തെഴുന്നേറ്റ ദൈവമായി ജീവിക്കുന്നു. കാരണം നമ്മൾ ഇതിന്റെ മുകൾ ഭാഗത്തെ വാക്യത്തിൽ എന്താ വായിച്ചത്? ഇതിന്റെ മുകൾ ഭാഗത്ത് വാക്കിയിട്ട് പോലെ തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം ലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. അടുത്ത ശ്രദ്ധിച്ചേ, ദൈവസിംഹാസനത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. അതോ വലത്ത് ഭാഗത്ത് കുഴിച്ചിടുകയും ചെയ്യപ്പെട്ടു എന്നാണ്. വലത്ത് ഭാഗത്ത് ഇരിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ ഇന്നും യേശു എന്ത് ചെയ്യുന്നു? ജീവിക്കുന്നു. ഇന്നും യേശു എന്ത് ചെയ്യുന്നു? അത്ഭുതം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ന് പകൽക്കാലം ഹൃദയത്തിൽ മടുത്തുപോയവരോട്, ഇന്നും ഹൃദയത്തിൽ മടുപ്പനുഭവിക്കുന്നവരോട് പറയട്ടെ, യേശു മരിച്ചുപോയില്ല. ശ്രദ്ധിച്ചോളൂ നിങ്ങള്, യേശു എന്ത് ചെയ്തിട്ടില്ല? മക്കളെ ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. യേശു എന്ത് ചെയ്തിട്ടില്ല? മരിച്ചു പോയിട്ടില്ല. യേശു ഇന്നും എന്ത് ചെയ്യുന്നു? ജീവിക്കുന്നു. മടുത്തുപോയവരോട് ഞാൻ പറയുക, ഉള്ളിൽ ക്ഷീണിച്ചവരോട് പറയട്ടെ, യേശു എന്ത് ചെയ്തിട്ടില്ല? മരിച്ചു പോയില്ല. യേശു ഇന്നും എന്ത് ചെയ്യുക? ജീവിക്കുന്ന ദൈവമാണ്. യേശു ഇന്നും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? അത്ഭുതം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്നും യേശു എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? വിടുതൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നും യേശു അനേകരെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാ. മനസ്സിലായോ? ഇപ്പൊ നമ്മുടെ വിഷയത്തിലേക്ക്, നമ്മുടെ വിഷയം എന്തായിരുന്നു? കഷ്ടം. നമ്മളിന്ന് പാടി, യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി. നമ്മുടെ യാത്ര എവിടെ നോക്കിയല്ല, ക്രൂശെ നോക്കിയാണോ യാത്ര? അല്ല. നമുക്ക് ഈ പ്രശ്നം വരുന്നത് എന്താണെന്നറിയോ? നമുക്ക് ഈ അബദ്ധം പറ്റിയത് എവിടാന്നറിയോ? നമ്മൾ യാത്ര ചെയ്യേണ്ടത് ആരെ നോക്കിയായിരുന്നു? ക്രൂശെ നോക്കിയായിരുന്നു. പക്ഷെ നമ്മൾ എവിടെ നോക്കിയാ അല്ല യാത്ര ചെയ്യുന്നത്? ആണോ? ക്രൂശെ നോക്കിയാണോ യാത്ര ചെയ്യുന്നത്? അല്ല. നമ്മൾ ഈ ലോകത്തിലെ പലരിലും നോക്കിയാ നമ്മൾ എന്ത് ചെയ്യുന്നത്? യാത്ര ചെയ്യുന്നത്. കാരണം എബ്രായലേഖനം 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. അപ്പൊ ആരെയാ നോക്കണ്ടേ? ഇതിന്റെ മുകൾ ഭാഗത്തെ വാക്യം എന്താണെന്നറിയാമോ? 1-ാം വാക്യം, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട്. ഓക്കെ, ഇതിന്റെ പുറകിലത്തെ വാക്യം നിങ്ങൾക്ക് അറിയാമോ? അവിടെ എന്നാ പറഞ്ഞേക്കുന്നത്? ആന്നു. 11-ാം അധ്യായം എന്നാ പറയുന്നത്? യെസ്, നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ചുമര് വായിച്ചു നോക്കണേ. 11-ാം അധ്യായം എന്താ പറയുന്നതെന്ന് വായിച്ചു നോക്കണം. 11-ാം അധ്യായത്തിന്റെ അവസാനത്തിൽ വന്നിട്ട് പറഞ്ഞു, അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് നല്ലതൊന്ന് മുൻകരുതി. ഞാൻ ചോദിക്കുന്നത് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? മനസ്സിലാകാത്തവർക്ക് കൈമുക്കിക്കേ. മനസ്സിലായില്ല? എന്തോ മനസ്സിലാകാത്ത? നടക്കാൻ പാടില്ല എന്നല്ല, ക്രൂശിനെ നോക്കി നടക്കണമെന്നാ പറഞ്ഞത്. ജീസസ് വന്ന് നമുക്ക് വേണ്ടി ക്രൂശ് ചുമന്നു. നമുക്ക് വേണ്ടിയാണ് നമ്മുടെ പാവം എല്ലാം മൈനസ് ആക്കിയത്. അപ്പം നമ്മള് ജീസസിന് നമുക്ക് ആ ഒരു
വാട്ട് ഈസ് നിത്യത എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ നോക്കി നമ്മൾ നടന്നു പോകും. അപ്പൊ വീണ്ടും ഈ കഷ്ടപ്പാട് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ എങ്ങനെ വരും? നമ്മൾ ലുക്ക് അറ്റ് ജീസസ്. എനിക്ക് അതൊരു ക്വസ്റ്റ്യൻ ആണ് പക്ഷേ. ഒന്നുകൂടെ പറയാം. അതായത് പക്ഷേ ഇപ്പം എനിക്ക് വേണ്ടിയാണ് ദൈവം വന്ന് ഞാൻ ചെയ്ത എൻ്റെ അച്ഛൻ്റെ അച്ഛനെല്ലാം ചെയ്ത പാവത്തിന് വേണ്ടി ദൈവം കുരിശില് എനിക്ക് വേണ്ടി എന്നെ മരിച്ചു. എൻ്റെ പാവത്തിനെല്ലാം അദ്ദേഹം എനിക്ക് ഒരു എന്നെ അതായത് തമിഴ് വരുന്നു, എന്നെ ക്ഷമിച്ച് എനിക്കൊരു പുതിയ ജീവിതം അദ്ദേഹം തരുന്നു. ഞാനൊരു പുതിയ ഒരാളായി. അപ്പൊ ഞാൻ ഒരു പുതിയ ഒരാളാവുമ്പോ ഞാൻ എന്റെ മനസ്സിലുള്ളതെന്ന് പറയുന്നത് നിത്യത എന്ന് പറയുന്ന ഒരു ഇതല്ലാതെ വീണ്ടും ദൈവം പോയി ആ വഴി ആ പാടിലോട്ട് പോയി തന്നെ എനിക്ക് നിത്യത വരണോ? ഇല്ല, ഞാൻ ഡയറക്റ്റ് ആയിട്ട്, കാരണം അദ്ദേഹം എനിക്ക് സിമ്പിൾ ആക്കി തന്നല്ലോ. അപ്പൊ നിത്യതയും ദൈവത്തിനെയും മാത്രം ഞാൻ നോക്കിയാ പോരെ? അതാണ് ഉള്ളിലുള്ള ക്വസ്റ്റ്യൻ. സിസ്റ്റർ പറയുന്നത് നിത്യത നോക്കി യാത്ര ചെയ്യുവാണെന്ന്. ഈ ഭൂമിയിൽ വേറെ കഷ്ടപ്പാടൊന്നും. അപ്പൊ ഈ നിത്യത നോക്കി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കഷ്ടപ്പാടിലേക്ക് നമ്മൾ പിന്നെ പോണം. അതാണോ ചോദ്യം? ഈ കഷ്ടപ്പാടിനെ വന്ന് നമ്മളൊരു വലിയ അതിനെ ഫോക്കസ് ചെയ്ത് പോണോ? കഴിഞ്ഞോ? ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഓക്കെ, നമ്മൾ ഒരിക്കലും ഒരു മനുഷ്യൻ, ഞാൻ ചോദിക്കട്ടെ, കർത്താവ് പോലും കഷ്ടതയെ എന്ത് ചെയ്തിട്ടില്ല? ഇഷ്ടപ്പെട്ടോ? കാരണം കർത്താവ് ഗസമനത്തോടെ തന്നെ പ്രാർത്ഥിച്ചത്, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം നമ്മൾ ഉദ്ദേശിച്ചത് ഈ അനുഭവിക്കാൻ പോകുന്ന കഷ്ടത എന്ന പാനപാത്രം ഇത് താൻ കുടിച്ചെങ്കിലേ എന്ത് ചെയ്യത്തുള്ളൂ, പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ അതിന്റെ അർത്ഥം കർത്താവ് പോലും ഈ ഭൂമിയിലായിരുന്നപ്പോൾ അതെന്ത് ചെയ്യുന്നില്ല. ആ മനുഷ്യനായി ജനിച്ച ശരീരത്തിൽ താൻ അനുഭവിക്കാൻ എന്ത് ചെയ്യുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. കാരണം യേശു ഈ ഭൂമിയിൽ ആരായിട്ടാണ് ജനിച്ചത്? സാധാരണ മനുഷ്യനായിട്ട്. കാരണം അവന് വിശപ്പുണ്ടായിരുന്നു, അല്ലേ? തെളിവുണ്ട്, ഞാൻ ബൈബിള് തെളിവ് തരാം. യേശുവിന് ദേഷ്യം ഉണ്ടായിരുന്നു, അല്ലെ? ദേഷ്യം വന്നു യേശുവിന്, അല്ലേ? യേശു ഉറങ്ങി, അല്ലേ? ദൈവം പറഞ്ഞിരിക്കുന്നു, ഇസ്രായേലിന്റെ പരിപാലകൻ ഉറങ്ങുന്നില്ല. ദൈവം എന്ത് ചെയ്യുന്നില്ല? ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല. പക്ഷേ ദൈവത്തെ പറഞ്ഞത് യേശു എന്ത് ചെയ്തു? ഉറങ്ങി. ദൈവം നമ്മൾ അവൻ അമരത്ത് തലയിട വെച്ച് ഉറങ്ങി പടകിൽ യാത്ര ചെയ്യുമ്പോൾ. ഇതെല്ലാം നമ്മളെ കാണിക്കുന്നത് യേശു ആരായിരുന്നു? ഒരു സാധാരണ മനുഷ്യനായിരുന്നു. അപ്പോൾ തന്നെ യേശു ആരായിരുന്നു? ദൈവമായിരുന്നു. എന്തിനാ മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്നത്? ദൈവമായിട്ട് ഈ ഭൂമിയിലോട്ടേക്ക് വന്നാൽ നമുക്ക് ഈ ദൈവത്തിന് അടുക്കലേക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അടുക്കാൻ പറ്റത്തില്ല. യേശു ഒരു മനുഷ്യനായി ഈ ഭൂമിയിൽ പിറന്നതിന്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. ഈ ഭൂമിയിൽ എന്തെല്ലാം കഷ്ടതയുണ്ടോ അതെല്ലാം തന്റെ ചുരുങ്ങിയ ഒരു കാലഘട്ടം കൊണ്ട് തന്റെ ശരീരത്തിൽ ഇതെല്ലാം താൻ എന്ത് ചെയ്തു? അനുഭവിച്ചു. അത് നമുക്ക് എങ്ങനെ വരുന്നോ അങ്ങനെ കർത്താവ് ചെയ്തു, അനുഭവിച്ചു. നമ്മൾ വിശപ്പ് ഫീൽ ചെയ്യുന്ന പോലെ കർത്താവിന് എന്ത് വന്നു? നമുക്ക് ഉറക്കം വരുന്നത് പോലെ കർത്താവിന് എന്ത് ചെയ്തു? ഇനി നമുക്ക് ടെൻഷൻ വന്നാൽ എന്ത് വരത്തില്ല? ഉറക്കം വരത്തില്ല. ദേഷ്യം വരും, ഉറക്കം വരത്തില്ല. ഇത് തന്നെ കർത്താവിന് വന്നു, ഇല്ലേ? കാരണം ശിഷ്യന്മാരുമായിട്ട് ഗതസമനത്തോടത്തി പ്രാർത്ഥിക്കാൻ പോയി അവിടെ ചെന്നു ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരുന്ന് എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും. ഞാനൊരു കല്ലേറ് ദൂരം പോയിരുന്ന് പ്രാർത്ഥിക്കാം. പോയിട്ട് അവിടെ ചെന്നിട്ടാണ് നമ്മൾ ദൈവത്തിൽ വായിക്കുന്നത്, അവന്റെ രക്തം വലിയ വിയർപ്പ് തുള്ളികളായിട്ട് നിലത്തു വീണു. എന്നുവെച്ചാൽ രക്തം എന്ത് ചെയ്തു? ഉരുകിയിട്ട് വിയർപ്പ് പോലെ എന്ത് ചെയ്തു? വെളി വന്നെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് പ്രാണവേദനയിലായി. എന്നുവെച്ചാൽ താൻ എന്ത് ചെയ്യാൻ പോവാ? മരിക്കാൻ പോവാ. വെറുതെ ഉള്ളൊരു മരണമല്ല, ഉപദ്രവം സഹിച്ച് കഷ്ടം സഹിച്ച് ചോര ഒലിച്ച് യേശുവിനെ ഈ ഗോൽഗോഥ മലയിലേക്ക് കൊണ്ടുപോകുന്നത് 120 കിലോയാണെന്ന് തോന്നുന്നു.
പൈൻ മരത്തിന്റെ പച്ച പൈൻ മരത്തിന്റെ കുരിശാ തോളെ കൊടുത്തത്. ഓർക്കണം എത്രയാ? 120 കിലോ. 50 കിലോ എടുത്തോണ്ട് എത്ര കിലോമീറ്റർ നടക്കും നമ്മള്? 50 കിലോ എടുത്തോണ്ട് എടുക്കുന്നുണ്ട്, നടക്കത്തില്ല, നമുക്ക് ബുദ്ധിമുട്ടാ. പക്ഷെ 120 കിലോ ഉള്ള ഈ പച്ച പൈൻ മര കുരിശ് തോളയിൽ വെച്ചിട്ട് പറഞ്ഞു നടത്തി. ഓക്കെ, ഒന്ന് വെറുതെ നടക്കുവാണെങ്കിൽ ഓക്കെ. അടി അതിന്റെ കൂടെ നല്ല ശക്തന്മാരായ പടയാളികളെ അപ്പുറം ഇപ്പുറം നിർത്തി ചാട്ടവാർ വെച്ച് അടിക്കുക. അത് ചാട്ടവാറിന്റെ അറ്റം 4-5 കീറായിട്ട് ഈ തോല് കൊണ്ട്, കട്ടി തോല് കൊണ്ട് കീറിയിട്ടിരിക്കുക. അതിന്റെ ഓരോന്നിന്റെ അറ്റത്ത് ചെറിയ കല്ല്, ഉണങ്ങിയ അസ്ഥികള്, പിന്നെ ചൂണ്ട, ഇത്രയും സാധനങ്ങൾ ഇതിന്റെ അറ്റത്ത് കെട്ടിയിട്ടിരിക്കുക. അടി കൊള്ളുന്ന ഭാഗം ചൂണ്ട മാംസത്തെ പിടിക്കും, പിടിച്ചിട്ട് അത് വലിച്ചെടുക്കും. അതാണ് ബൈബിൾ എഴുതിയിരിക്കുന്ന അവന്റെ പുറം ഉഴവ് ചാലുകൾ പോലെ കീറി എന്ന് പറഞ്ഞാൽ ഈ ചൂണ്ട ചെന്ന് കൊളുത്തിയത് വെട്ടിച്ചു പിടിക്കുമ്പോൾ അത്രയും ഭാഗത്തെ മാംസം പറഞ്ഞു പോയി. മനസ്സിലായോ? അങ്ങനെ ദൈവം അവൻ വീണും എഴുന്നേറ്റു, വീണും എഴുന്നേറ്റും അവൻ എവിടെ എത്തി? ഗോൽഗോഥാ മലയിലെത്തി. ഓക്കെ, ഈ കഷ്ടം സഹിച്ച് അവൻ എവിടെ എത്തി? ഗോൽഗോഥാ മലയിലെത്തി. അവിടെയും കഷ്ടമായിരുന്നു. കാരണം യവനെ കുരിശിൽ യേശുവിനെ കിടത്തിയിട്ട് എന്ത് ചെയ്തു? പച്ച ജീവനുള്ള ശരീരത്തിലോട്ടാണ് ആണി എന്ത് ചെയ്തത്? അടിച്ചു കയറ്റിയത്. മനസ്സിലായോ? ആ കഷ്ടവും സഹിച്ച് അവൻ എന്ത് ചെയ്തു? മരിച്ചു. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കേണ്ടത്, നമ്മളാരും കഷ്ടം എന്ത് ചെയ്യുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. ഞാനതാ പറഞ്ഞ, ജീവനോടെ ഈ ഭൂമിയിലായിരുന്ന യേശു കർത്താവും എന്ത് ചെയ്യുന്നില്ല, ആഗ്രഹിച്ചില്ല. കർത്താവ് പറഞ്ഞു, പക്ഷെ നമ്മൾ കർത്താവ് തമ്മിലുള്ളൊരു വ്യത്യാസം, കർത്താവ് പറഞ്ഞു കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. പക്ഷെ തൊട്ടടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് എന്താ? തൊട്ടടുത്ത വാക്യത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? എങ്കിലും എന്റെ ഇഷ്ടം അല്ല, പിതാവിന്റെ ഇഷ്ടം തന്നെ എന്ത് ചെയ്യണം? നിറവേറണം. നോക്കിക്കേ, കർത്താവ് ജീവനോടെ മനുഷ്യനായി ഇരിക്കുമ്പോൾ ഇത് ആഗ്രഹിച്ചു. നമ്മളും എന്ത് ചെയ്യുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. പക്ഷേ കർത്താവ് ഇത് സഹിച്ച് അവൻ എവിടെ ഏറി? ക്രൂശിൽ കയറി അവൻ എവിടെ എത്തി? പിതാവിന്റെ വലത്ത് ഭാഗത്ത്. അപ്പൊ നമ്മൾ ഇത് ആഗ്രഹിക്കുന്നവരല്ല, അതിനെ കാണിക്കാൻ ആരവിടെ വെച്ചേക്കുന്നത്? കർത്താവ് പറഞ്ഞത്. പക്ഷേ കർത്താവ് ഇതുവഴിയാ പോയത്. ഈ പാടുകൾ സഹിച്ചാ മുൻപോട്ട് പോയത്. കർത്താവ് ഒരിക്കലും കട്ട തയ്ക്കാൻ അങ്ങോട്ട് എന്നു കൊടുത്തില്ല. എന്നെ കഷ്ടപ്പെടുന്നു പറഞ്ഞു ചെന്നോ ഇല്ല, പോകട്ടെ. മത്തായി സുവിശേഷത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, ജീവനിലേക്കുള്ള വഴി അതെങ്ങനെയുള്ളതാ? വായിച്ചിട്ടുള്ളൂ, ഇടുക്കം ഞെരുക്കം, അതുവഴി പോകുന്നവർ ചുരുക്കം. മനസ്സിലാകുന്നുണ്ടല്ലേ പറയുന്നത്? അടുത്തത് നാശത്തിലേക്കുള്ള വഴി വിശാലം, അതുവഴി പോകുന്നവർ അനേകം. അപ്പൊ നാശത്തിലേക്ക് പോകണമെങ്കിൽ വിശാലമായ വഴിയാണ്, തട്ടുമുട്ടൊന്നുമില്ല, ആരും നമ്മളെ ഇടിച്ചിടത്തില്ല, ആരും നമ്മളെ മുട്ടത്തില്ല, വിശാലമായിട്ട് നമുക്ക് കൈയും വീശിയും ചെയ്യാം. പറയുന്നതിന് അർത്ഥം മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ജീവനിലേക്കുള്ള വഴി ഇടുക്കി പോകുന്നുള്ളെങ്കിലും വളരെ ഇടുങ്ങിയ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, വളരെ ഞെരുങ്ങിയ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, പോകാൻ പറ്റത്തുള്ളൂ. ചില ഗേറ്റ് ഒക്കെ തുറക്കാത്ത ഗേറ്റിന്റെ ഇടയ്ക്കൂടെ നമ്മൾ ഇങ്ങനെ കയറി പോകത്തില്ലേ? നമ്മള് പറയാ, ഓ ഇങ്ങനല്ല, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, കേറുന്നില്ല, നമുക്ക് തിരിച്ചു പോരാ, പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മൾ എന്ത് ഉദ്ദേശത്തിന് പോയാൽ ആ ഉദ്ദേശം എന്ത് ചെയ്യത്തില്ല, നടക്കത്തില്ല. മനസ്സിലായോ? അപ്പൊ ജീവനിലേക്ക് എത്തണമെങ്കിൽ വചനം പറയുന്നു, ഇടുക്കവും ഞെരുക്കവുമുള്ള വഴി കൂടെ നീ പോയേ പറ്റത്തുള്ളൂ.
മനസ്സിലായോ? നമ്മള് ആഗ്രഹിച്ചു പോകുന്നതല്ല. ഞാൻ ചോദിക്കട്ടെ, സിസ്റ്റർ ഇപ്പൊ ജോലി ചെയ്യും, ഇത്രയും ബുദ്ധിമുട്ട് ജോലി ചെയ്യാൻ ആഗ്രഹം ഉണ്ടോ? ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. പക്ഷെ പിന്നെ എന്താ ചെയ്യുന്നത്? ചെയ്തേ പറ്റൂ. മാസം 31-ാം തീയതി അക്കൗണ്ടിൽ 2000 പൗണ്ട് വരണമെങ്കിൽ ഇന്ന് എന്ത് ചെയ്യണം? ഈ ഞെരുക്കം അനുഭവിച്ച് പറ്റത്തുള്ളൂ അല്ലേ? ഇവിടെ ഇരിക്കുന്ന ആരും ആഗ്രഹിക്കുന്നില്ല, ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, കൈമുക്കി. എന്നാൽ എല്ലാ മാസവും 2000 പൗണ്ട് അക്കൗണ്ടിൽ വരാൻ ആഗ്രഹിക്കുന്നതിന് കൈമുക്കിക്ക് കണ്ടോ? എല്ലാരും കൈ. ജോലി ചെയ്യാൻ നമുക്ക് ആഗ്രഹത്തില്ല. ഞാനടക്കം, നിങ്ങള് മാത്രമല്ല ഞാനടക്കം ജോലി ചെയ്യാൻ നമ്മളാരും എന്ത് ചെയ്യുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. ഇനി അഥവാ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോട് ഇപ്പൊ ചോദിച്ചാൽ പറയും, ഞാനിവിടെ ചെല്ലുമ്പോ എനിക്ക് രാവിലെ ആ തണുപ്പൊക്കെ ഒന്ന് കഴിഞ്ഞ് പതുക്കെ എഴുന്നേറ്റ് നല്ലപോലെ കാപ്പിയൊക്കെ ഒന്ന് കുടിച്ച് അവിടെ ചെന്ന് അവിടുന്ന് ഒരു കാപ്പിയൊക്കെ കുടിച്ച് പതുക്കെ ചെന്ന് എല്ലാരെയും ഒന്ന് നോക്കി കയ്യിൽ ഗ്ലൗസ് ഒന്നും ഇടാനൊന്നും എനിക്ക് പറ്റത്തില്ല, വിയർക്കാൻ പറ്റത്തില്ല, കുനിയാൻ പറ്റത്തില്ല. അവിടെ ഇരുന്ന് ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അത് കൂടുതലാ കേട്ടോ. 10 തൊട്ട് 2 മണി വരെ, അതും വരുന്ന കൂട്ടത്തിൽ ഒരു പൊതിയൂടെ കൊടുത്തു വിട്ടാൽ സന്തോഷം എന്നാണ്. ഇതാ നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇങ്ങനെ കിട്ടാം. പക്ഷെ കിട്ടുമ്പോ അക്കൗണ്ടിൽ വരുന്ന മണിയുടെ കണക്ക് എന്ത് ചെയ്യും? അന്നേരം നമ്മളാരും എന്ത് ചെയ്യരുത്, പിറുപിറുക്കരുത്. നമ്മൾ അനുഭവിച്ചതിന് അല്ലെങ്കിൽ നമ്മൾ ചെയ്ത ജോലിക്കനുസരിച്ചാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ശമ്പളം കിട്ടുന്നത്. നമ്മൾ പറയാ എനിക്ക് ജോലി കഷ്ടപ്പാടൊന്നും പറ്റുന്നില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവര് പറയും വീട്ടിൽ പോയിരുന്നോളാൻ പറയും. നാം നിത്യതയിൽ എത്തണമെങ്കിൽ കർത്താവ് വെച്ച ഒരു ക്രൈറ്റീരിയ ഉണ്ട്. നമ്മൾ അതുവഴി എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ, പോയേ പറ്റത്തുള്ളൂ. അപ്പോസ്തലനായ പൗലോസ് 2 കൊരിന്ത്യർ ലേഖനത്തിൽ ഇങ്ങനെ പറഞ്ഞു, പൗലോസ് അനുഭവിച്ച കഷ്ടതയെ കുറിച്ച്. പൗലോസ് ആരായിരുന്നു അറിയോ? പൗലോസിനെ കുറിച്ച് ചരിത്രം അറിയാം. പൗലോസ് ശൗലായിരുന്ന ഒരു കാലഘട്ടമുണ്ട്. ന്യായപ്രമാണം മുഴുവൻ പഠിച്ച വ്യക്തി, കാണാതെ പഠിച്ചു. അന്നത്തെ കാലത്ത് യഹൂദന്മാരുടെ ഏറ്റവും വലിയ കോടതിയായ സന്നദ്ധരീയ സംഘത്തിലെ അംഗം, ന്യായപ്രമാണം സംബന്ധിച്ച് അനിന്യൻ, അന്നത്തെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി എന്നറിയപ്പെടുന്ന ഗമാലിയേൽ എന്ന് പറയുന്ന പണ്ഡിതന്റെ കാൽക്കലിരുന്ന് ന്യായപ്രമാണം മുഴുവൻ പഠിച്ച വ്യക്തി, പണപരമായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത വ്യക്തി, വിദ്യാഭ്യാസപരമായിട്ട് ഔന്നത്യത്തിൽ നിൽക്കുന്ന വ്യക്തി, പിടിപാടുള്ള വ്യക്തി. ഈവൻ യേശുവിനെ അറിഞ്ഞപ്പോൾ പൗലോസ് പറയുക, യേശു ക്രിസ്തു നിമിത്തം ഞാൻ ഇതല്ല, ഏത് എന്റെ വിദ്യാഭ്യാസം, എന്റെ ജോലി, എന്റെ പണം, എന്റെ പിടിപാട്, എന്റെ അറിവ്, ലോകത്തിൽ എന്തെല്ലാം എനിക്ക് പ്രശംസിക്കാനുണ്ടായിരുന്നു. ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ പ്രശംസിക്കുന്ന ഏതൊക്കെ വിഷയമാണെന്നറിയാം? പ്രശംസിക്കാന്ന് പറഞ്ഞാൽ അറിയാം, പണം, വിദ്യാഭ്യാസം, 3 പിടിപാട്. ഈ 3 കാര്യത്തിൽ ആ മനുഷ്യൻ എന്ത് ചെയ്യുന്നത്? ഭയങ്കര തള്ളുന്നത്. ഈ 3 കാര്യം ആർക്കുണ്ടായിരുന്നു? പൗലോസിനുണ്ടായിരുന്നു. പക്ഷെ പൗലോസ് പറയുക, ക്രിസ്തു നിമിത്തം ഞാൻ എന്തു ചെയ്തു? ഇതെല്ലാം ഛേദനം തന്നെയെന്ന് ഒരിടത്ത് പറഞ്ഞ അടുത്തിടത്ത് തന്നെ പറഞ്ഞേ, ചപ്പെന്നും ചവറെന്ന് വേണ്ടി. ചപ്പൻ ചവറെന്ന് പറഞ്ഞാൽ അറിയോ? വേസ്റ്റ് തന്നെയെന്ന്. നമ്മൾ വലിയ ഗമയിൽ ഇന്ന് കൊണ്ട് നടക്കുന്ന സാധനത്തെ പൗലോസ് പറയുക, ഞാൻ വേസ്റ്റ് തന്നെയെന്ന്. പറ്റുമോ? ഇപ്പൊ കഷ്ടത മനസ്സിലായിരുന്നു. പൗലോസ് പറയുകയാണ്, ഞാൻ ഇന്ന് പാസ്റ്റർമാർ വലിയ ഗമയിൽ ജോൺ മാത്യു എന്നിട്ട് ഇപ്പുറത്ത് നീളത്തിൽ എഴുതി വെക്കത്തില്ലേ, PhD THD എന്നൊക്കെ, ഇത് നിങ്ങൾക്ക് കിട്ടുന്നതിന് മുമ്പ് എനിക്കുണ്ടായിരുന്നു, പക്ഷേ ഞാൻ അതിനെ വേസ്റ്റ് തന്നെയാണ്. ഇനി നമ്മൾ വേസ്റ്റ് എന്നല്ലേ പറയുന്നത്. കഷ്ടത നമുക്കാർക്കും ഇഷ്ടമല്ല. പക്ഷെ കർത്താവ് വെച്ച ക്രൈറ്റീരിയ ഉണ്ട്.
പൗലോസ് എല്ലാം ഉള്ളത് കളഞ്ഞേ എന്ത് ചെയ്തു? കർത്താവിന്റെ പുറകെ പോയി. നമ്മൾ ഈ കർത്താവിനെ കൊണ്ട് പുള്ളി മറ്റേ പേര് പറഞ്ഞ സാധനത്തെ നമ്മൾ ഇന്ന് ഉണ്ടാക്കുക. പറഞ്ഞ മനസ്സിലായോ? കർത്താവിന്റെ പേരും പറഞ്ഞ് നമ്മൾ ഇന്ന് ഇതെല്ലാം എന്ത് ചെയ്യുക? ചപ്പെന്നും ചവറെന്നും വേസ്റ്റ് എന്നും ഒക്കെ പൗലോസ് പറഞ്ഞതിനെ നമ്മൾ കർത്താവിനെ കൂട്ടുപിടിച്ച് നമ്മൾ എന്ത് ചെയ്യുക? കൊണ്ടു നടക്കുക. യാത്ര എങ്ങോട്ടാ? എങ്ങോട്ടാ യാത്ര? യാത്ര ക്രൂശിലോട്ടാണോ? നിത്യതയിലേക്ക് പോകുമോ? എനിക്കറിയാം, ഇത് പറഞ്ഞ ആർക്കും ഇഷ്ടപ്പെടത്തില്ല. പറയാൻ പറഞ്ഞത് മനസ്സിലായോ? തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെളിയിക്കാം. നിങ്ങളുടെ എല്ലാം കൈ ബൈബിളുണ്ട്. പൗലോസ് പറഞ്ഞു, നിങ്ങൾ എഫേസ്യ ലേഖനം എടുത്തേ. ഞാൻ ഇവിടെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. സോറി, ഫിലിപ്പിയ ലേഖനം ഞാൻ സിസ്റ്റർ ചോദിച്ചുകൊണ്ട് അന്ന് പറയുക. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം തൊട്ട് സിസ്റ്റർ തന്നെ വായിച്ചു. അറിയാവുന്ന മനസ്സിലാകുന്ന ലാംഗ്വേജ്. ഫിലിപ്പിയ ലേഖനം ഇവിടെ വായിക്കുന്നത് ഈ ഭാഗത്താണ്. എബ്രായ ലേഖനം എടുത്തു. ഇതേതാ? ഇങ്ങോട്ട് പോകട്ടെ. ഇനി ഇവിടെ ശ്രദ്ധിച്ചോ. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 3 മുതൽ വായിച്ചേ. പതുക്കെ നിർത്തി വായിച്ചോളാം. വായിച്ചു. வேறொருவன் மாம்சத்தின் மேல் நம்பிக்கையாய் இருக்க நினைத்தால் நான் அதிகமாய் அப்படி செய்யலாம். എന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സിലായോ? നിങ്ങളിൽ ആർക്കെങ്കിലും ജഡത്തിൽ പ്രശംസിക്കാൻ, അതായത് ഈ ലോക ജീവിതത്തിൽ ഞാൻ പറഞ്ഞില്ലേ പ്രശംസിക്കാൻ പറ്റുന്ന 3 കാര്യങ്ങളുണ്ട്. ഏതൊക്കെയാ? വിദ്യാഭ്യാസം, പണം, പിടിപാട്. പൗലോസ് പറയുക, നിങ്ങളിൽ ആർക്കെങ്കിലും വെല്ലുവിളിച്ച് പൗലോസ് ചോദിക്കുക, ജഡത്തിൽ ഇന്ന് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ പ്രശംസിക്കാൻ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതിനേക്കാൾ കൂടുതൽ എനിക്കുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ നിങ്ങളെക്കാൾ കൂടുതൽ കാശും, നിങ്ങളെക്കാൾ കൂടുതൽ വിദ്യാഭ്യാസവും, നിങ്ങളെക്കാൾ കൂടുതൽ ലോകപരിചയമുള്ളവനായിരുന്നു ഞാൻ. അടുത്തത്, நான் எட்டாம் நாளில் விருத்த சேதனம் அடைந்தவன். இஸ்ரவேல் வம்சத்தான் பெயமீன் கோத்திரத்தால் எபிரேயரில் பிறந்த எபிரேயர், நியாய பிரமாணத்தின்படி பரிசேயர். ശ്രദ്ധിച്ചോണം. പൗലോസ് പറയുകയാണ്, നിങ്ങളിൽ ആർക്കെങ്കിലും പ്രശംസിക്കാൻ ലോകത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതൽ എനിക്ക് എന്തുണ്ട്? പ്രശംസിക്കാനുണ്ട്. നമ്മുടെ ഈ ഒരു PhD എടുത്തോന്റെ ഗമ കണ്ടാല് അതും എങ്ങാണ്ട് പോയി 4 നോട്ട് എഴുതിയപ്പോ കിട്ടിയതാ. പുള്ളിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാ. പുള്ളി പോകുന്നിടത്തെല്ലാം പിന്നെ ഡോക്ടർ ഞാൻ പോകുന്നത്. ഇങ്ങനെ പ്രശംസിക്കുന്ന പുള്ളികളുണ്ട്. ഡോക്ടർ എന്ന് പറഞ്ഞിട്ടാക്കണം. ചുമ്മാ കിട്ടിയ സാധനം ഈ ചുമ്മാടോ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ചുമ്മാടോ ഡോക്ടർമാർ. അപ്പൊ ഇവിടെ പൗലോസ് പറയുകയാണ്, നിങ്ങൾ പറയുന്നതിനേക്കാൾ കൂടുതൽ എന്റെ ക്വാളിറ്റികൾ പൗലോസ് പറയുക. എനിക്ക് പ്രശംസിക്കാൻ പറ്റിയ ക്വാളിറ്റികൾ. 1, 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ. യഥാർത്ഥ യഹൂദന്റെ ഒരു ലക്ഷണമാണ്. 2, എന്താ പറഞ്ഞേ?
ഇസ്രായേൽ ജാതിക്കാരൻ എന്ന് പറഞ്ഞാൽ ഞാൻ വന്നു കയറിയവനല്ലെന്ന്. ഞാൻ എന്റെ പണ്ട് പുരാതനം തൊട്ട് ഇവിടെ തന്നെ അപ്പനും അപ്പൂപ്പന്മാരെല്ലാം ഇവിടെ തന്നെ ജനിച്ചു വളർന്നവരാ. 3 ബെന്യാമിൻ ഗോത്രക്കാരൻ എന്ന് പറഞ്ഞാൽ യാക്കോബിന്റെ 12 മക്കളിൽ 12ാമത്തവന്റെ പേരിൽ വരുന്ന ഗോത്രമാണ് ബെന്യാമിൻ ഗോത്രം. ബെന്യാമിൻ ഗോത്രക്കാരനാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ എനിക്ക് വേരുള്ളവനാണ്. റൂട്ട് എന്റെ ഇവിടെയാ, അല്ലാതെ ഞാൻ എങ്ങൊന്നും വന്നു കയറിയവനല്ല. അടുത്തത് എബ്രായരിൽ നിന്ന് ജനിച്ച പ്രായൻ എന്ന് പറഞ്ഞാൽ എന്റെ അപ്പനും അമ്മയും സങ്കരവർഗം അല്ലായിരുന്നു. എന്നുവെച്ചാ അപ്പൻ വെളുത്തതും അമ്മ കറുത്തതും അല്ലായിരുന്നു. അങ്ങനെ പറയത്തില്ലേ? എന്നുവെച്ചാൽ 2 ജാതി കൂടിയത്. മനസ്സിലായോ? പിന്നെ അതാണ് എബ്രായരിൽ നിന്ന് ജനിച്ച പ്രായൻ. അടുത്തത് ന്യായപ്രമാണം സംബന്ധിച്ച് പരീക്ഷ. ന്യായപ്രമാണത്തെ കുറിച്ച് ഏത് കാര്യം ചോദിച്ചാലും പടപടാന്ന് ഉത്തരം പറയും. എന്ന് വെച്ചാൽ ബൈ ഹാർട്ടാ ന്യായപ്രമാണം മുഴുവൻ. അടുത്തത് ശുഷ്കാന്തി സംബന്ധിച്ച് കണ്ടോ, എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെ ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണി. കണ്ടോ, ആര് നിമിത്തം? ക്രിസ്തുവിനെ കണ്ടത് നിമിത്തം. അപ്പൊ ഇതിനേക്കാൾ വലുതൊന്നും അല്ല, ക്ഷമിക്കണം, ക്രിസ്തുവിനേക്കാൾ വലുതൊന്നും അല്ല തന്റെ ഈ ക്വാളിറ്റികൾ. മനസ്സിലായോ? അടുത്ത വായിച്ചേ. അത്രയുമല്ല ഇനി ഉണ്ടെന്ന്. കണ്ടോ, കർത്താവായ ക്രിസ്തുവിന്റെ പരിജ്ഞാനം നിമിത്തം, പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും ഇതൊക്കെ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ശ്രദ്ധിച്ച യേശു പരിജ്ഞാനം എന്നവിടെ പറഞ്ഞത് അല്ലെ. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള തിരിച്ചറിവ് എനിക്ക് കിട്ടിയപ്പോൾ ഇവിടെ പറയുന്നു, ഞാൻ പിന്നെയും ഇതിനെയൊക്കെ എന്ത് ചെയ്യുക, ഛേദമെന്നെണ്ണി. അത് മനസ്സിലായോ? ഛേദമെന്നെണ്ണാന്ന് പറഞ്ഞാൽ ഇതൊന്നും കൊള്ളത്തില്ല, വോട്ടെന്നും പറഞ്ഞു. മനസ്സിലായോ? ഛേദമെന്നെണ്ണി. ആരെ കുറിച്ച് അറിഞ്ഞപ്പോ? യേശു ക്രിസ്തുവിനെ കുറിച്ച് അറിഞ്ഞപ്പോ. യേശു ക്രിസ്തുവിനെ കുറിച്ച് അറിയും തോറും പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത. പരിജ്ഞാനം എന്ന് പറഞ്ഞല്ല, പരിജ്ഞാനം എന്ന് പറഞ്ഞല്ല, തിരിച്ചറിവ്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവ്, പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ തിരിച്ചറിവ്. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള തിരിച്ചറിവ്. യേശു ക്രിസ്തു ആരാണെന്നൊന്നും അറിയത്തില്ലായിരുന്നു. യേശു ക്രിസ്തു എന്ന് പറയുന്ന വ്യക്തി എന്താണെന്ന് അറിയത്തില്ലായിരുന്നു. പക്ഷെ അറിയും തോറും, പൗലോസ് പറയുക, ഞാൻ അറിയും തോറും ഓരോന്ന് പെറുക്കി പെറുക്കി കളഞ്ഞുകൊണ്ടിരുന്നു. മനസ്സിലായോ? നമ്മൾ യേശു ക്രിസ്തുവിനെ അറിഞ്ഞ് ഓരോന്ന് പെറുക്കി ഇവിടോട്ട് വെച്ചു. മനസ്സിലായോ? പൗലോസ് എന്ത് ചെയ്തു? യേശു ക്രിസ്തുവിനെ അറിഞ്ഞപ്പോ ഇത് ഓരോന്ന് വേണ്ട, വേസ്റ്റ് എന്ന് പറഞ്ഞ് എടുത്ത് കളഞ്ഞു. അതാ പൗലോസ് പറയുന്നത്. അപ്പൊ ശ്രദ്ധിക്കണം, ഓരോന്ന് താൻ പെറുക്കി കളയുമ്പോഴും ഭൗതികമായ ഈ ലോക ജീവിതത്തിൽ തനിക്ക് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നഷ്ടവും കഷ്ടവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിച്ചോണം. ആണോ അല്ലയോ? താന് യേശു ക്രിസ്തുവിനെ കുറിച്ച് അറിയും തോറും ഓരോന്ന് താൻ വേസ്റ്റ് എന്ന് പറഞ്ഞ് മാറ്റി. മനസ്സിലായോ? അപ്പം നമ്മൾ നോക്കുമ്പോൾ തനിക്ക് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കഷ്ടവും നഷ്ടവുമാ സംഭവിക്കുന്നത്. പക്ഷെ പുള്ളി പറയുക, ഇതെല്ലാം വേസ്റ്റ് ആണ്. യേശു ക്രിസ്തുവിനെ മാത്രം എനിക്ക് മതി. ഇനി അടുത്ത വാക്യം വായിച്ച്, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും
ആ വായിച്ച ബാക്കി എത്ര തൊട്ടാ? ആ വാക്യം അതൊന്ന് നമുക്കൊന്ന് വിശദീകരിച്ച് ഞാൻ പറയാം. ഇതിന്റെ മുകളിലത്തെ ആ ശ്രദ്ധിച്ചേ. അവനിലിരിക്കേണ്ടതിനും ഇത് രാവിലെ ഞാൻ പഠിപ്പിച്ചു. ക്രിസ്തുവിൽ ഒരുവൻ ക്രിസ്തുവിൽ ആയ ഇൻ ക്രൈസ്റ്റ് പുതിയ സൃഷ്ടി. അതാ പൗലോസ്. ഇതുവരെ താൻ ചുമന്നുകൊണ്ട് നടന്ന എല്ലാം വേസ്റ്റ് ആണെന്ന് എവിടെ വന്നപ്പോ മനസ്സിലായി? ക്രിസ്തുവിൽ വന്നപ്പോൾ തനിക്ക് മനസ്സിലായി. അതാ അവനിൽ ഇരിക്കേണ്ടത്, കർത്താവിനിരിക്കേണ്ടത്. അടുത്തത് കർത്താവിന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് കർത്താവിനെയും കർത്താവിന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെയും. അടുത്തത് കേട്ടോ, കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളുടെ ഫെലോഷിപ്പ്. ഏതാ? കഷ്ടങ്ങളുടെ ഫെലോഷിപ്പ് അനുഭവിക്കണം. എനിക്കതെന്ത് ചെയ്യണം? ടേസ്റ്റ് ചെയ്യണം. മനസ്സിലായോ? ഈ കഷ്ടത്തെ എനിക്ക് എന്ത് ചെയ്യണം? അനുഭവിക്കണം. എനിക്കത് ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണമെന്നും വെച്ച് ഞാൻ അവന്റെ നിമിത്തമെല്ലാം ഉപേക്ഷിച്ചു ചവറന്നിടുന്നു. കണ്ടോ? അപ്പൊ നോക്കിക്കേ, കഷ്ടമുണ്ടോ? കഷ്ടാനുഭവങ്ങളുടെ ഫെലോഷിപ്പ്. അപ്പൊ നമ്മൾ ഈ കൂട്ടായ്മ എന്ന് പറയുമ്പോ എന്താ? നമ്മുടെ കൂട്ടായ്മ എന്തുവാ? യെസ്, നമ്മുടെ കൂട്ടായ്മയാണ്. പൗലോസ് പറയാ, എനിക്ക് വേണ്ട ഒരു കൂട്ടായ്മ ഏതാ? കഷ്ടാനുഭവങ്ങളുടെ, കർത്താവുമായിട്ടുള്ള ഫെലോഷിപ്പ്. നമ്മൾ ആഗ്രഹിക്കുന്ന കർത്താവ്. എല്ലാവരും ശ്രദ്ധിച്ച്, കർത്താവുമായിട്ടുള്ള ഫെലോഷിപ്പ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്തുവാ? നമ്മുടെ പ്രശ്നമെല്ലാം കർത്താവിനോട് പറഞ്ഞു, കർത്താവ് എല്ലാം ഒറ്റ വാക്ക് പറഞ്ഞു, എല്ലാം മാറ്റി, എല്ലാം ഓക്കെ. കർത്താവുമായിട്ട് നമുക്ക് നല്ല ഫെലോഷിപ്പ്. പൗലോസ് പറയുകയാണ്, എനിക്ക് ഏത് ഫെലോഷിപ്പാ വേണ്ടത്? കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളുടെ ഒരു ഫെലോഷിപ്പ്, ഒരു കൂട്ടായ്മ എനിക്ക് വേണം. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? നമ്മളിതൊന്നും ആഗ്രഹിക്കുന്നില്ല. സത്യമല്ലേ? ഞാനടക്കം നമ്മളാരും എന്ത് ചെയ്യുന്നില്ല. ഇപ്പൊ ഞാനിത് പ്രസംഗിക്കുന്നു, ഇത് നേരത്തെ നമ്മൾ വായിച്ചില്ലേ, അധികം ശിക്ഷാവിധി വരുമെന്ന് അറിഞ്ഞ് നിങ്ങളുടെ അധികം പേരും ആരാകരുത്. അപ്പൊ ഞാനിത് തെറ്റിച്ചെന്ത് ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് പഠിപ്പിക്കാൻ പറ്റത്തില്ല. ഞാനതുകൊണ്ട് നിങ്ങളെ പഠിപ്പിക്കുക, ഇതിങ്ങനെയാണ്. പക്ഷെ ഈ പഠിപ്പിക്കുന്നത് ഞാനും എന്താ ആഗ്രഹിക്കുന്നില്ല, കഷ്ടം ആഗ്രഹിക്കുന്നില്ല. സത്യമല്ലേ അത്? ഞാൻ പ്രസംഗിക്കും, ഇതെല്ലാം എന്നെ കൊണ്ട് വരട്ടെന്നും പറഞ്ഞായിരുന്നോ പഠിപ്പിക്കുന്നത്? ഇതൊന്നും വരില്ലേ കർത്താവ്, ഇതെല്ലാം ഇവർക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ പഠിപ്പിച്ചു. എനിക്കൊന്നും വരില്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇതൊന്നും ഇങ്ങോട്ട് വരല്ലേ എന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യുന്നത്? പഠിപ്പിക്കുന്നത്. പക്ഷെ പൗലോസ് പറയുക, കർത്താവിന്റെ ആ ഫെലോഷിപ്പ് ഞാൻ ആഗ്രഹിക്കുമ്പോൾ, ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ ഫെലോഷിപ്പ് ഉണ്ട്. ഏതാണെന്നറിയാമോ? കഷ്ടാനുഭവങ്ങളുടെ ഫെലോഷിപ്പ്. ഇത് നിങ്ങൾ ആരെങ്കിലും ഓർത്തിട്ടുണ്ടോ? കുട്ടൂസേ, ഈ കഷ്ടാനുഭവങ്ങളുടെ ഫെലോഷിപ്പ് ഓർത്തിട്ടുണ്ടോ? നമ്മളാരും ഓർത്തിട്ടില്ല. നമ്മൾ ചില വിഷയങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ പറയത്തില്ലേ, ഓ ഞാനത് ഓർക്കാൻ പോലും എന്ത് ചെയ്യുന്നില്ല, പറയത്തില്ലേ? നമ്മളിത് ഓർക്കാൻ പോലും എന്ത് ചെയ്യുന്നില്ല, ആഗ്രഹിക്കാത്തതുകൊണ്ട് നമ്മൾ ഈ ഫെലോഷിപ്പ് എന്ത് ചെയ്യുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. പക്ഷെ പൗലോസ് പറയുക, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് വല്ല വിധേയത എനിക്ക് എന്ത് ചെയ്യണം? മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുനരുദ്ധാനം പ്രാപിക്കണമെന്ന്. നിങ്ങൾ ഓർത്ത് നോക്കിയേ, ഇത്രയും കഷ്ടം അനുഭവിച്ച പൗലോസ് പറയുക,
വല്ല വിധേന എനിക്ക് എന്ത് ചെയ്യണം? അപ്പൊ നമ്മുടെ അവസ്ഥ നോക്കി. അപ്പൊ ഇതാണ് ഇപ്പൊ സുസിന് മനസ്സിലായോ? അപ്പൊ നമ്മൾ ആരും കഷ്ടത്തിന് വേണ്ടി പോവല്ല, ഇതെല്ലാം ഈ വഴിയിലുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ജീവന്റെ വഴി ഇടുക്കമാണ്, ഞെരുക്കമാണ്. അതുവഴി പോകുന്നവർ വളരെ ചുരുക്കമാണ്. നാശത്തിലേക്കുള്ള വഴി ഇന്ന് നല്ല 1% പോകുന്ന ഏത് വഴിയാ? കയ്യടിയുണ്ട്, പാട്ടുണ്ട്, അന്യഭാഷയുണ്ട്, പക്ഷെ പോകുന്ന വഴി ഏതാ? വിശാലമായ വഴി കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ജീവിതത്തിൽ ഒരു പ്രയാസവും എന്ത് ചെയ്യരുത്, വരരുത്. നമുക്കിങ്ങനെ കൈവീശി പോണം മുമ്പോട്ട്. ഓർത്തോണം, പോകുന്ന വഴി ഏതാ? നാശത്തിലേക്കുള്ള വഴിയാണ്. ഇത് ഞാൻ പറയുന്നതല്ല, ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ആഴ്ച പഠിക്കാം. കർത്താവ് നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.